പ്രൈസ് ദി ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും ഒരു പ്രാവശ്യമോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഒരുമിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. അതിനു മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, എത്ര അനുഗ്രഹീതമാകുന്ന ഒരു ദിവസം, ഒരു പുതിയ ജീവിതാനുഭവങ്ങൾക്കൂടെ കേൾക്കുവാൻ ഞങ്ങളെ നീ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സഹായിച്ചേട്ടപ്പ, അനുഗ്രഹിച്ചേട്ടപ്പ. കർത്താവ്, ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കൾക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണം. ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ മകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരണം. ഞങ്ങളുടെ കുടോഷങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. വൻ കാര്യങ്ങളെ ചെയ്യാൻ അവിടുന്ന് വിശ്വസ്തനാകിയാൽ സ്തോത്രം. സകല മാനവും സകല മഹത്വവും ഞങ്ങളവിടുത്തെ കടപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കൽ സ്തോത്രം. യേശു മുനതാഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മളെല്ലാവരും കടന്നു പോകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ സിസ്റ്റർ രാജലക്ഷ്മി അഭിലാഷാണ്. രാജലക്ഷ്മിയെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് മോളെ. പ്രൈസ് ലോർഡ്. ഓക്കെ, എവിടെയെന്നാ ജോയിൻ ചെയ്തേക്കുന്നത്? തൃശ്ശൂർ ഡിസ്ട്രിക്ട് തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്നാണ് രാജലക്ഷ്മി ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് പരിചയപ്പെടാം. ജനിച്ചു വളർന്ന എവിടെ, അതെല്ലാം ഒന്ന് പറയാം. എന്റെ സ്വദേശം തമിഴ്നാടാണ്. മാതാപിതാക്കൾ, എന്റെ പിതാവിന്റെ പേര് പെരിയസ്വാമി, നിത്യത്തിൽ വിശ്രമിക്കുന്നു. എന്റെ മാതാവ്, ഞങ്ങൾ 5 മക്കളാണ്. മൂത്ത സഹോദരൻ വിവാഹം കഴിഞ്ഞ് തമിഴ്നാട്ടിലായിരിക്കുന്നു, കുടുംബമായി താമസിക്കുന്നു. എന്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു, അവരും ഫാമിലി ആയിട്ട് താമസിക്കുന്നു. ഞങ്ങൾ ട്വിൻ സിസ്റ്റർ ആണ്. ട്വിൻ സിസ്റ്ററില് ഞാനാണ് മൂത്ത ആള്. അപ്പോൾ എന്റെ അനിയത്തി കൊല്ലത്തിൽ കൊട്ടാരക്കരയിൽ, അവളും ഫാമിലി ആയിട്ട് താമസിക്കുന്നു. എന്റെ കുഞ്ഞു അനിയത്തി MBA കഴിഞ്ഞ് ചെന്നൈയില് ഒരു ചെറിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ശരി, തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്നു, പക്ഷേ ഇപ്പോൾ കേരളക്കാരിയാണല്ലേ? അതെ, കേരളത്തിൻ്റെ മകളായിട്ട് മാറി. ശരിക്കും കേരളം സ്വീകരിച്ചതാണല്ലയോ? കേരളത്തെ നമ്മളും സ്വീകരിച്ചു. എലിസബത്ത് ആന്റിയുടെ മകളാണെന്നും അല്ലേ? എലിസബത്ത് ആന്റിയുടെ വീട്ടിലിരുന്നുകൊണ്ടാണ് ഈ ഒരു റെക്കോർഡിങ് ചെയ്യുന്നത്. കഴിഞ്ഞിടയ്ക്ക് നമ്മൾ എലിസബത്ത് ആന്റിയുടെ ടെസ്റ്റ് മണി കേട്ടിരുന്നു. ആ ടെസ്റ്റ് മണിക്കകത്ത് ആൻറ്റി രാജി സിസ്റ്ററെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അന്നേരമേ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് രാജി സിസ്റ്ററുടെ അനുഭവങ്ങൾ കേൾക്കണം. തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി എലിസബത്ത് ആന്റിയുടെ മകളായിട്ട് കേരളത്തിൽ വന്ന് കേരളക്കാരിയായി ഇന്ന് കർത്താവിൻ്റെ മകളാണ്. അതിലൊക്കെ അപ്പുറമായിട്ട് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുന്നു. പരസ്യയോഗങ്ങളിലൊക്കെ ശുശ്രൂഷിക്കും അല്ലയോ? പാട്ടുപാടും 5 ഭാഷയിൽ പാടും എന്നാണല്ലോ കേട്ടിട്ടുള്ളത്. 5 ഭാഷയിൽ പാടും. ദൈവത്തിന് സ്തോത്രം. അതൊരു അനുഗ്രഹമാണ്. എന്താ ഈ 5 ഭാഷയിൽ പാടും എന്ന് പറയാൻ കാരണം? അതിനുള്ള പശ്ചാത്തലം എന്തുവാ? ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു പാസ്റ്റർ. എനിക്ക് നേരെ മലയാളം എനിക്ക് പറയാൻ അറിയില്ലായിരുന്നു, ഭാഷ മനസ്സിലാവാൻ അറിയില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം എന്നിൽ ഉണ്ടായിരുന്നു. 5 ഭാഷയിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പാടി മഹത്വപ്പെടുത്തുന്ന ദൈവാലോചന എന്നിൽ ഉണ്ടായിരുന്നു പാസ്റ്റർ. അങ്ങനെ പാടി അതിപ്പോ നിറവേറിക്കൊണ്ടിരിക്കുന്നു പാസ്റ്റർ. അന്ന് കേരളത്തിൽ വന്നപ്പോ തമിഴേ അറിയത്തുള്ളായിരുന്നു അല്ലേ? അതെ പാസ്റ്റർ, തമിഴ് അറിയുള്ളൂ. അപ്പൊ നമുക്കിങ്ങനെ ഒരു 5 ഭാഷയിലെ പാട്ട് കേട്ടിട്ട് തുടങ്ങിയാലോ? ഓക്കെ പാസ്റ്റർ, അപ്പൊ പാടാം കേട്ടോ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി എന്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രകാരം ആശാദി ടിവിയിലൂടെ എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എന്റെ സർവശക്തനായ ദൈവം എനിക്ക് ഒരുക്കിയ വലിയ അവസരത്തിനായി എന്റെ കർത്താവിനെ ഞാൻ ആദ്യമേ തന്നെ മഹത്വപ്പെടുത്തുന്നു. ഇപ്രകാരം എനിക്ക് ആശാദി ടിവിയിലൂടെ പ്രിയ കർത്താവിന്റെ ദാസൻ ബെന്നി പാസ്റ്ററോടെ, പ്രിയ കർത്താവിന്റെ ദാസിലൂടെ എനിക്ക് ലഭിച്ച അവസരത്തിന് ഒത്തിരി ഞാൻ നന്ദി പറയുന്നു. ഒപ്പം എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രേക്ഷകർക്കും നന്ദി, സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനം പ്രകാരം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആമേൻ. എന്റെ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തതാണ്. എന്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുൻപ് ഇരടികൾ പാട്ടുകൾ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു.
నసరేయుడా నా యేసయ్యా, ఎన్ని యుగాలకైనా ఆరాధ్య దైవం నీవేనని గలమెత్తి నీ కీర్తినే చార్ത്തിడా. நசரேயனே என் ஏசப்பா, என்றும் உம் நாமம் பாடி தேவாதிதே என்று குரலுயர்த்தி உம் புகழை நான் பாடுவேன். రాకడ సమయమలో కడబోర శతమతో యేసుని చేరకునే విశ్వాసము నీకుందా. రావయ్యా యేసయ్యా, వేగ రావయ్యా, రావయ్యా యేసునాథ, వేగమ రావయ్యా. మాసా సంబాలా పిదా జేసే బాలా, कंधों पे उठाया मेरे यीशुआ. दूसरा समझने वाला कोई नहीं, गले से लगाने वाला कोई नहीं. तू काफी मेरे लिए यीशुआ, तू काफी मेरे लिए. സ്വർഗ സുഖം പീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനെ, തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെ താൻ താഴ്ത്തിയോനെ, ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാതി രാജാവായി. ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താതി കർത്താവായി. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ, എന്റെ യേശുവിൻ മാർവിടമേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. 5 ഭാഷയെ പാടിയല്ലേ? തെലുങ്കുണ്ടായിരുന്നു, തമിഴുണ്ടായിരുന്നു, മലയാളം ഉണ്ടായിരുന്നു, പിന്നെ കന്നഡ ഉണ്ടായിരുന്നോ? കന്നഡ ഉണ്ടായിരുന്നു. പിന്നെ ഏതുണ്ടായിരുന്നു? ഹിന്ദി ഉണ്ടായിരുന്നോ? ഹിന്ദി ഉണ്ടായിരുന്നു. ഹിന്ദി ഉണ്ടായിരുന്നു. ശരി. ദൈവത്തിന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവിതാനുഭവങ്ങൾ കേൾക്കണം. ചെറിയ പ്രായം മുതലേ എങ്ങനെയാണ് കർത്താവ് നടത്തിയത്. എനിക്കറിയാം, വളരെയധികം വ്യത്യസ്തമാകുന്നൊരു ജീവിതാനുഭവമാണ്. എല്ലാ അനുഭവങ്ങളും പറയണം കേട്ടോ. കേൾക്കാൻ ഞങ്ങൾ റെഡിയാ. കണ്ടിന്യൂ ചെയ്യാം. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ സ്വദേശം തമിഴ്നാട് തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിൽ അടഞ്ചൂർ എന്ന ചെറിയ ഒരു ഗ്രാമത്തിൽ ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കൾ വളരെ സ്നേഹത്തോടെ ഞങ്ങളെ വളർത്തുവാൻ ഇടയായി. ഞങ്ങൾ 5 മക്കളാണ്. ട്വിൻ സിസ്റ്ററില് ഏറ്റവും 3ാമത്തെ ഒരാളായി ജനിക്കുവാൻ ഇടയായി. എൻ്റെ പിതാവ് അമ്പലങ്ങളിൽ ഉത്സവങ്ങളെല്ലാം വളരെ ചെണ്ടടിക്കുകയും അതുപോലെ തന്നെ യാഗങ്ങളെ അർപ്പിക്കുകയും എൻ്റെ അമ്മയും അതുപോലെ തന്നെ അപ്പനും അമ്മയും വളരെ ഭക്തിയോടെ അമ്പലങ്ങളിൽ പോയി 33 മുക്കോടി ദേവിമാരുടെ മുൻപാകെ അവർ യാഗങ്ങളെ അർപ്പിക്കുകയും അതിനെ സേവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ അപ്പൻ നല്ലൊരു
കൃഷിക്കാരനായിരുന്നു, നല്ല അധ്വാനിക്കുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു എൻ്റെ അച്ഛൻ. അങ്ങനെ എൻ്റെ അച്ഛൻ അങ്ങനെ അധ്വാനിക്കുന്ന സമയങ്ങളെല്ലാം പുകയില ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അച്ഛന്. ആ ശീലങ്ങൾ മാറാൻ വേണ്ടി എപ്പോഴും കൃഷി ചെയ്യുമ്പോഴെല്ലാം പുകയില എപ്പോഴും വായില വെച്ച് കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛന്. അങ്ങനെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുവാനും എൻ്റെ അപ്പൻ ഒരുപാട് ജോലികൾ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി വന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പട്ടിണിയും പസിയും ഒന്നും അറിയാതെ ഞങ്ങൾ വളർന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ്റെ കൂടെ എനിക്ക് പോകുന്നത് വളരെ ഇഷ്ടമാണ്. അമ്മേനേക്കാളും അച്ഛൻ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. അച്ഛൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടുന്നതെല്ലാം എൻ്റെ അച്ഛൻ മേടിച്ചു തരും. ആഹാരങ്ങളും അതുപോലെ തന്നെ ഞാൻ ആവശ്യപ്പെടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു തരും. സ്കൂളിൽ ഞങ്ങൾ പോയി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ അപ്പൻ്റെ കൂടെ പാടത്തേക്ക് ഞാൻ ഓടിപ്പോവും. അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ച് വളർന്ന ഒരു കാലഘട്ടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചത് നമ്മുടെ കുലദൈവം 33 മുക്കോടി ദേവി ദേവന്മാരാണ്. അവരാണ് നമ്മുടെ ദൈവം. അവരെയാണ് നമ്മൾ ആരാധിക്കണം, അവരെയാണ് നമ്മൾ സേവിക്കണം, അവരാണ് നമ്മളെ കാക്കുന്ന ദൈവം എന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചു. അവർ ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ വീട്ടില് ആരെങ്കിലും വിശന്ന് വന്നാൽ എൻ്റെ അച്ഛൻ അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഒരു നന്മ ചെയ്യുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള ആ ഒരു നല്ലൊരു മനസ്സിന്റെ ഉടമയായിരുന്നു എൻ്റെ അച്ഛൻ. ഒരു പെട്ടെന്ന് ആരെങ്കിലും സങ്കടപ്പെട്ടാൽ അവർക്ക് സഹതാപം തോന്നിട്ട് പെട്ടെന്ന് ഒരു നന്മ, ഇരിക്കുന്ന നന്മ, കയ്യിലിരിക്കുന്ന നന്മ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു എൻ്റെ പിതാവ്. അങ്ങനെ യാഗങ്ങളും കർമ്മങ്ങളും ഇങ്ങനെ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ പിതാവിന് പെട്ടെന്ന് ഒരു പല്ലുവേദന വന്നു. ഈ പല്ലുവേദന വന്നപ്പോൾ എൻ്റെ പിതാവ് ഈ പല്ലുവേദന സഹിക്കാൻ വേണ്ടി വീണ്ടും ഒന്നും കൂടി ഈ പുകയില ഇട്ട് കഴിക്കുമായിരുന്നു. ഈ വേദന ഒരുപാട് കൂടിയ ശേഷം എൻ്റെ അമ്മ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, എന്തായാലും ഈ വേദന വെച്ചുകൊണ്ട് ഇരിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ അവർ കടന്നുപോയപ്പോൾ അവര് ടെസ്റ്റ് ചെയ്തിട്ട് ആ പല്ലെടുത്ത് കളഞ്ഞതിന് ശേഷം പിന്നെയും അപ്പൻ ആ വേദന കുറഞ്ഞെങ്കിലും പിന്നെയും ഒന്നും കൂടി അത് കൂടുവാൻ ഇടയായി. അങ്ങനെ കഷ്ടം ഞങ്ങളെ ഒന്നും അറിയിക്കാതെ, കാരണം അപ്പനും അമ്മയ്ക്കും നല്ല ഒരു വിദ്യാഭ്യാസം കുറവാണ് അവർക്ക്. അതുകൊണ്ട് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, നമ്മുടെ മക്കളെ എങ്ങനെയെങ്കിലും, നമ്മൾ കഷ്ടപ്പെട്ടാലും നമ്മുടെ മക്കളെ എങ്ങനെയെങ്കിലും വളർത്തി നന്നാക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ പിതാവിനും എൻ്റെ മാതാവിനും ഉണ്ടായിരുന്നു. ഈ വേദന ഒന്നും കൂടി കൂടിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഈ സൈഡിൽ ഒരു മുഴ പോലെ എൻ്റെ അച്ഛന് വന്നു. അത് വന്നപ്പോ ഒന്നും കൂടി ഡോക്ടറെ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോ അവര് ചെറിയ ഹോസ്പിറ്റൽ ടെസ്റ്റ് ചെയ്തപ്പോ പെട്ടെന്ന് അവര് ചെന്നൈയിലേക്ക് എൻ്റെ അച്ഛന് എഴുതി കൊടുത്തു. അവിടെ പോയി അടയാർ ക്യാൻസർ സെന്ററിലേക്ക് അവർ എഴുതി കൊടുത്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പല ടെസ്റ്റുകളും അവർ ചെയ്തപ്പോൾ അവരുടെ റിപ്പോർട്ട് ഇങ്ങനെ വന്നു, ക്യാൻസർ എന്ന് വന്നു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് ഒന്നും അറിയില്ല, ക്യാൻസർ എന്താണ്, എന്ത് രോഗമാണ്, ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പോലും എൻ്റെ അച്ഛനമ്മയ്ക്ക് അറിയില്ല. അങ്ങനെ അവര് വീട്ടിലേക്ക് കടന്നു വന്നു. അപ്പൊ ഞങ്ങളോട് ചോദിച്ചു, മോളെ ഇതൊന്ന് വായിക്കാമോ, ഇത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ല, എന്ന് വായിക്കാമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു റോസ് കളർ പേപ്പറിലാണ് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് തന്നിട്ട് ഞാൻ പറഞ്ഞപ്പോൾ, അമ്മ ഇതിൽ ക്യാൻസർ എന്ന് എഴുതിയിട്ടുണ്ട് അമ്മ, ഇംഗ്ലീഷില്, തമിഴിലെ പുറ്റുനോയി എന്നാണ് എഴുതിയേക്കണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മോളെ എന്ന് ചോദിച്ചപ്പോ എനിക്കും അറിയില്ല അമ്മ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ തന്ന മെഡിസിൻ ഒക്കെ എൻ്റെ അപ്പൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛന് ഇങ്ങനെ ക്യാൻസർ എന്നാണ് റിപ്പോർട്ട് വന്നേക്കുന്നത് പറഞ്ഞു. അവർക്കും അറിയില്ലായിരുന്നു അത്രേ ആ കാലഘട്ടത്തിൽ ക്യാൻസർ രോഗം എന്താണ് പോലും അത് അപ്പൊ തുടക്കമാണ് ക്യാൻസർ രോഗത്തിന്റെ. അപ്പൊ എന്താണ് പോലും അറിയാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ ഈ വേദന ഈ നാൾതോറും ഇങ്ങനെ വലുതായിക്കൊണ്ടിരുന്നു. അങ്ങനെ വേദന സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ പിന്നെ എൻ്റെ അമ്മ വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി ഒരുപാട് യാഗങ്ങൾ അർപ്പിച്ചു. അങ്ങനെ അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോ എൻ്റെ പിതാവിന് വളരെ മനസ്സ് മടുത്തു. കാരണം ഇത്രയും യാഗങ്ങൾ അർപ്പിച്ചിട്ട്
എന്തെങ്കിലും മൃഗങ്ങളെ കൊണ്ടുപോയി, ആട് അതുപോലെ കോഴി, ഇതിലേക്ക് കൊണ്ടുപോയി അവരെ യാഗം കഴിക്കുമായിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ അച്ഛന് പെട്ടെന്ന് ഒരു വിഷമം വന്നു. ഇത്രയും നമ്മൾ യാഗം കഴിച്ചിട്ട്, ഇത്രയും നമ്മൾ ബലി കഴിപ്പിച്ചിട്ട് എനിക്കൊരു വേദനയിൽ നിന്ന് ഒരു വിടുതൽ കിട്ടുന്നില്ലല്ലോ, ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ എന്ന് എൻ്റെ അപ്പൻ ആകെ നിരാശയായി പോയി. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അച്ഛനെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര നിരാശയായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒന്നും കൂടി എനിക്ക് ഭക്തി ഒന്നും കൂടി കൂടിയിട്ട് ഞാൻ ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ എന്നും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പോയി അവിടെ ഒരു കുളം ഉണ്ടാവും, അവിടെ കുളിച്ചിട്ട് എന്നും 4 മണിക്കും പോയി ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചുറ്റി വരാ, അതിനുള്ള എല്ലാ യാഗങ്ങളെയും അർപ്പിക്കുക, അങ്ങനെ വിളക്കൊക്കെ കത്തിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് ബലികൾ ഞാനും ചെയ്തു. അങ്ങനെ ചെയ്തപ്പോ എൻ്റെ അച്ഛൻ്റെ ആ രോഗം ഒന്നും കൂടി മൂത്ത് വന്നപ്പോ പെട്ടെന്ന് എൻ്റെ മനസ്സൊന്ന് തളർന്നു. അങ്ങനെ തളർന്നപ്പോ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഒരു അമ്മച്ചി ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട്, പെരിയസ്വാമി നിനക്ക് സുഖമില്ലാന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കടന്നു വന്നത്, ഭാരപ്പെടണ്ട, നിങ്ങൾ സേവിക്കുന്ന 33 മുക്കോടി ദേവി ദേവന്മാരെക്കാളും നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി അമ്മച്ചി പറഞ്ഞ ഒരു വാക്കാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരേ ഒരു ദൈവം അത് യേശു അപ്പനാണെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടപ്പോ എനിക്ക് എന്തായാലും എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ തന്നെ എൻ്റെ അപ്പനൊരു വിശ്വാസം ഉള്ളിൽ വന്ന്, അന്ന് നമുക്ക് പോകാം മോളെ, നമുക്ക് പോകാന്ന് പറഞ്ഞു. അപ്പ നമുക്ക് പോകാം, ഞാൻ വരാന്ന് പറഞ്ഞു. ഈ അമ്മച്ചി ഇത് പറഞ്ഞു പോയതിനു ശേഷം എൻ്റെ അമ്മ ഇത് കേട്ടു. അമ്മ പറഞ്ഞു, ആ ചർച്ചിലേക്ക് ഒന്നും പോവാൻ പാടില്ല, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, ഒരിക്കലും പോവാൻ പാടില്ല, ഞാൻ എന്തായാലും ഇവിടെ യാഗം അർപ്പിക്കുന്നു, ബലി അർപ്പിക്കുന്നു, അതുകൊണ്ട് പെട്ടെന്ന് സൗഖ്യം ലഭിക്കുമെന്ന് അമ്മ പുറകെ വന്ന് ഞങ്ങളെ പിടിച്ചു. എന്നാലും ഞങ്ങൾ അമ്മനെ പറ്റിച്ച് ഞാൻ പറയും, ഞാനും അപ്പനും കൂടി ടൗൺ വരെ പോയോ അമ്മ, പോയിട്ട് ഇപ്പൊ വരാട്ടാന്ന് പറഞ്ഞ ആ ഞായറാഴ്ച ഞാൻ അപ്പനെ കൊട്ടി ഞാനും അപ്പനും കൂടി സഭയിലേക്ക് കടന്നുപോയി. ആ ചർച്ചിന്റെ പേരാണ് ആത്മനേശ്വർ, ആത്മാവിന്റെ രക്ഷകൻ, ആത്മാവിന്റെ സ്നേഹിതനാണ് ആ ചർച്ചിന്റെ പേര്. അങ്ങനെ പോയിരുന്നപ്പോ ഒരുപാട് പേര് ഇങ്ങനെ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ അച്ഛൻ അവരുടെ കൂടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാർ വന്നിട്ട് എൻ്റെ അച്ഛന് വേണ്ടി വളരെ സ്നേഹത്തോടെ അവർ ഞങ്ങളെ കൈകൊണ്ട് പ്രാർത്ഥിക്കാം, മക്കളെ നിങ്ങൾ വിഷമിക്കേണ്ട, എന്നാലും ഇത് മാറും, സൗഖ്യം തരും എന്ന് അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ എൻ്റെ അമ്മ ഇത് അറിഞ്ഞു. പോവാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും നീ കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ പിന്നെ എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ എൻ്റെ വിജി എൻ്റെ ട്വിൻ സിസ്റ്റർ അവള് കൊണ്ടുപോകും, നീ ഇന്ന് ഇവിടെ ഇരിക്കും, ഞാൻ അമ്മ അറിയാണ്ട് ഞാൻ കൊണ്ടുപോകും, എനിക്കൊരു സാധനം മേടിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഞായറാഴ്ച എൻ്റെ വിജി എൻ്റെ അപ്പനെ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയിരുന്ന സമയത്ത് എൻ്റെ അച്ഛന് ഒരു ആഗ്രഹം വന്നു, കർത്താവിന്റെ വചനം കൽപ്പന അനുസരിക്കണമെന്നും ദൈവത്തിന് സ്നാനപ്പെടണമെന്നും എൻ്റെ അച്ഛന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അപ്പന് ആഗ്രഹം വന്നപ്പോ, മോളെ എനിക്ക് സ്നാനപ്പെടണം, നിങ്ങൾ രണ്ടുപേരും കൂടി വായോ, നമുക്ക് ഇന്ന് പോയി സ്നാനപ്പെടാന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ഞാനും എൻ്റെ അപ്പനും എൻ്റെ അനിയത്തിയും കൂടി ചർച്ചിലേക്ക് പോയി എൻ്റെ അപ്പന് സ്നാനപ്പെട്ട് അവിടെ നിന്ന് ആ കുളക്കടലിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ എൻ്റെ അപ്പൻ വെള്ള ഷർട്ടും വെള്ള മുണ്ടും കൊടുത്ത് വളരെ സുന്ദരനായിട്ട്, എൻ്റെ അപ്പന്റെ മുഖമേ അങ്ങോട്ട് മാറി, ആ ഒരു തേജസ് എൻ്റെ അപ്പന്റെ മുഖത്ത് ഞാൻ കണ്ടു. അത് നല്ല സൗന്ദര്യമായിട്ടുള്ളത്, വെള്ള മുണ്ടും വെള്ള ഷർട്ട് അങ്ങനെ എടുത്തിട്ട് വന്നപ്പോ ഞാൻ എൻ്റെ അമ്മ എൻ്റെ അനിയത്തി ഞാനും കൂടി അപ്പന്റെ 2 കൈയും, അവള് റൈറ്റ് കൈ പിടിച്ചേക്കോ, ഞാൻ ലെഫ്റ്റ് കൈ പിടിച്ചു, ഇങ്ങനെ പിടിച്ച് അപ്പന് ഏസപ്പത്തിന് സൗഖ്യം തരും ഏസപ്പ, അപ്പന്റെ മുഖക്ക് നല്ല സന്തോഷമായിട്ടാണ് പിരിക്കുന്നത്, സൗഖ്യം തരപ്പ, നമുക്ക് ഇവിടെ തന്നെ വന്ന് ഇനി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പാന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ എൻ്റെ അമ്മ ഇതറിഞ്ഞു. അപ്പൊ തന്നെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോയി സ്നാനം കൂടി പെട്ടിട്ട് വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ചൂലെടുത്തിട്ട് ഞങ്ങളെ മൂളിലേക്ക് ഇട്ട് നല്ല അടി ഇങ്ങനെ അടിച്ചടിച്ച് ഞങ്ങളെ വേദനിപ്പിച്ചു. എന്നാലും സാറില്ല, ആ വേദന സഹിച്ച് എൻ്റെ അപ്പനൊരു സൗഖ്യം എൻ്റെ യേശപ്പൻ തരുമല്ലോ എന്ന് വെച്ച് ഞങ്ങള് അങ്ങനെ സഹിച്ചു. ഇങ്ങനെ വേദന കൂടി വന്നപ്പോ പെട്ടെന്ന് എൻ്റെ അപ്പന് ഈ മുഴ പൊട്ടുവാൻ തുടങ്ങി. പൊട്ടിയപ്പോ ഒരു ഫ്ലവർ എങ്ങനെ പൊട്ടും, ഒരു താമര വിരിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വിരിഞ്ഞപ്പോ എൻ്റെ അപ്പൻ അതിക്രൂരമായ വേദനയോടെ ഇങ്ങനെ സഹിച്ചിരിക്കുക. മക്കളെ എനിക്ക് സഹിക്കാൻ വയ്യ, മക്കളെന്ന് പറയില്ല, ഏസപ്പ എനിക്ക് സഹിക്കാൻ വയ്യ, ഏസപ്പ എനിക്ക് സൗഖ്യം തരണമേ എൻ്റെ അപ്പ നിലവിളിച്ചു. സങ്കടപ്പെട്ടു എൻ്റെ അച്ഛൻ. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അപ്പ വിഷമിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കാം അപ്പന് വേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ അന്ന് ചർച്ചകളിൽ പാട്ട് പാടുന്ന ഒരു പാട്ടുണ്ട്, ഉമ്മാൽ കൂടും എല്ലാം കൂടും ഒരു വാർത്ത சொன்னால் போதும்
வார்த்தை சொன்னால் போதும், என் விண்ணப்பத்தை கேட்பவரே, என் கண்ணீரை காண்பவரே, சுகம் தருபவரே, സോത്തിരം ഏസയ്യാന്ന് പാടി വെളിച്ചെണ്ണ അവർ തന്നിട്ടുണ്ടാവും, ദേവദാസന്മാർ വെളിച്ചെണ്ണ തന്നിട്ടുണ്ടാവും. ആ വെളിച്ചെണ്ണ എടുത്ത് ഞാൻ എൻ്റെ അപ്പൻ്റെ ആ മുറിവിൽ ഞാനിങ്ങനെ പരട്ടും. എൻ്റെ അപ്പൻ ഇങ്ങനെ വേദന കൂടി കൂടി വന്നപ്പോ പുഴു അരിക്കാൻ തുടങ്ങി. എൻ്റെ അപ്പൻ ഭക്ഷണം കഴിക്കുന്നതെല്ലാം ഈ സൈഡിലേക്ക് ഇങ്ങനെയൊക്കെ വരും, വെള്ളം കുടിച്ചാൽ ഇങ്ങനെ വരും. എനിക്കിതിനെ ഭയങ്കര ഒരു മക്കള് നോക്കി നിൽക്കാൻ പറ്റാത്ത അത്രേ അവസ്ഥയാണ് എൻ്റെ അപ്പൻ അതുപോലെ സംഭവിച്ചത്. അങ്ങനെ വന്നപ്പോ അച്ഛനോട് പറഞ്ഞു, അപ്പ ഭാരപ്പെടണ്ട, യേശപ്പച്ചൻ സൗഖ്യം തരും ഞാൻ ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഈ പുഴു അരിക്കാൻ തുടങ്ങി, ഒരുപാട് മണം വീട്ടിലേക്ക് അടിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ അമ്മ ഒരുപാട് എൻ്റെ അപ്പനെ ശുശ്രൂഷ ചെയ്തു. അവസാനം എൻ്റെ അമ്മവും പെട്ടെന്ന് വയ്യാണ്ടായി, ചെയ്ത് പെട്ടെന്ന് ക്ഷീണായിപ്പോയി. അപ്പൊ ഞാൻ ചെയ്യാം, അമ്മ റെസ്റ്റ് എടുത്തോളം പറഞ്ഞിട്ട് ഞാൻ ചെയ്തു. ഈ മണം വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചന്ദനത്തിരി വീടിനകത്ത് കത്തിക്ക് വെക്കും, ആരെങ്കിലും വന്നാൽ മണം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ, കൃഷി സമയങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ ഭവനത്തിൽ വരും പോവും, നന്മയൊക്കെ ചെയ്യുമ്പോഴൊക്കെ വരും. എന്നാൽ എൻ്റെ അപ്പന് ഈ രോഗം എന്ന് അറിഞ്ഞതിന് ശേഷം ഒരു മനുഷ്യരും ഞങ്ങളുടെ വീട്ടിനകത്ത് വന്നില്ല. ഞങ്ങള് എന്തെങ്കിലും സ്നേഹത്തോടെ വെള്ളം കുടിക്കുക എന്തെങ്കിലും കൊടുത്താൽ അവർ മേടിക്കില്ല, അവര് അങ്ങനെ മാറി നിൽക്കായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുളി ഇങ്ങനെ അരച്ചരിച്ച് ഇങ്ങനെ കൊട്ടുമ്പോൾ ഞാൻ അതിനെ അടിച്ചു വാരി എടുത്തിട്ട് പോയി അതിനിട്ട് കത്തിക്കും. കത്തിച്ചാലും ഇതിങ്ങനെ നുളഞ്ഞിരിക്കും. പിന്നെയും അതില് മണ്ണെണ്ണ ഒഴിച്ച് ഒന്നും കൂടി കത്തിക്കും. അങ്ങനെ കത്തി നിന്നാലും ആ വേദനയോടെ ഞാൻ എൻ്റെ അച്ഛനെ ഒരു സൈഡ് മറച്ച്, ഒരു തുണി വെച്ച് മറച്ച് ഞാൻ ചർച്ചിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഈ വേദന ഒരുപാട്, ഈ രോഗം മൂത്തതിന് ശേഷം എൻ്റെ അപ്പൻ കരയാൻ തുടങ്ങി. ഏസപ്പാ, എൻ്റെ 5 മക്കളെ കാക്കണേ യേശപ്പ, ഇത് മാത്രം ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ 5 മക്കളെ യേശപ്പാ കാക്കണേ എന്ന് പറഞ്ഞ് എൻ്റെ അപ്പൻ പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു രാത്രി ഒരുപാട് ഞാൻ ഉറങ്ങി, ഒരുപാട് കരച്ചിൽ കേൾക്കുന്നു. അപ്പൊ ഓടി വന്നപ്പോ എൻ്റെ അമ്മ ഇങ്ങനെ കരയാണ്, എൻ്റെ അപ്പൻ ഇങ്ങനെ അണക്കയില്ലാണ്ട് കിടക്കുന്നു. അമ്മ, അച്ഛൻ എന്ത് പറ്റി? അച്ഛൻ മിണ്ടുന്നില്ല മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ എൻ്റെ അച്ഛൻ ഒരു കൈ ഇങ്ങനെ നിവർത്തി, ഒരു കാലിങ്ങനെ മടക്കി ഇങ്ങനെ നിർത്തി. എൻ്റെ അച്ഛൻ ആ സമയം നിത്യത്തിൽ ചേർക്കപ്പെട്ടു. അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വിശപ്പ് എന്താന്ന് പോലും അറിയാതെ ഇരുന്ന ഞങ്ങൾ വിശപ്പ് എന്നാലും പോലും അറിയാതെ വളർത്ത എൻ്റെ പിതാവ് പോയതിനു ശേഷം ഞങ്ങൾ വളരെ കഷ്ടപ്പെടുവാൻ ഇടയായിത്തീർന്നു. കാരണം എൻ്റെ അമ്മയ്ക്ക് ഒരു ജോലി അറിയില്ലായിരുന്നു. അപ്പൻ അങ്ങനെ ജോലിക്ക് ഒന്നും അമ്മ വിടില്ലായിരുന്നു. മക്കളെ നോക്കി വീട്ടിലിരിക്കാൻ ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞാണ് എൻ്റെ അപ്പൻ അങ്ങനെ പോറ്റിക്കൊണ്ടിരുന്നത്. അപ്പൻ മരിച്ചതിന് ശേഷം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ എൻ്റെ പഠിത്തം നിന്നു. വളരെ ആഗ്രഹത്തോട് പഠിച്ചുകൊണ്ടിരുന്നു, പഠിപ്പിക്കാൻ ആരുമില്ലാതായി. അങ്ങനെ ആയിരുന്നപ്പോ ബന്ധുക്കാരുടെ അടുത്തേക്ക് ഞങ്ങൾ പോയി. വീട്ടിൽ നല്ല ഭക്ഷണം കിട്ടിയില്ല, അപ്പോ നല്ലൊരു വസ്ത്രം ഞങ്ങൾക്ക് കിട്ടില്ല. അപ്പനുള്ളപ്പോ ഇഷ്ടം പോലെ കിട്ടി. പോയ ശേഷം ഒരു വസ്ത്രം, ഒരു തുണിക്ക് മറുതുണി ഇല്ല. ഒരു ഡ്രസ്സ് ഇടും, അതിന് ഞങ്ങള് സൺഡേ ഇടും. എൻ്റെ ഡ്രസ്സിന് ഇടല്ലേ എന്ന് പറഞ്ഞ ആ ഒരു ഡ്രസ്സിന് വേണ്ടി ഞങ്ങൾ സഹോദരങ്ങൾ അടിച്ച് തല്ലുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ലൊരു ആഹാരത്തിന് വേണ്ടി ഞങ്ങൾ വിശന്ന് കൊതിച്ച നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ പാടത്തേക്ക് പോയി ഇരുന്നിട്ട് ഭയങ്കര കരഞ്ഞുകൊണ്ടിരിക്കും. അവിടെ കാട്ടിൽ കിട്ടുന്ന കാട്ടുചീര കിട്ടും. അതിനെ പറിച്ചു വന്ന് അതിനെ കറി വെച്ച് ചോറ് വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് ഇത് കൂട്ടി ഞങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ കഴിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനും എൻ്റെ വിജയും നമുക്കൊന്ന് ബന്ധുക്കാരുടെ വീട്ടിലേക്ക് നമുക്ക് പോയിട്ട് വരാം, അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടും, നമുക്ക് അവിടെ പോവാടിന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നടന്നു ഓടും. അടുത്താണ് ബന്ധുക്കാരുടെ സ്ഥലമൊക്കെ. അങ്ങനെ നടന്നു പോവും. അപ്പൊ അങ്ങനെ പോയിപ്പോ അവരുടെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ 2-3 ദിവസം പോയിപ്പോ ബന്ധുക്കാർ ഞങ്ങളോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചു. അതോടുകൂടി ഞങ്ങള് അവിടെ പോക്ക് നിർത്തി. ഇനി നമുക്ക് പോവേണ്ടടി, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം, അമ്മ തരുന്ന ഭക്ഷണം കഴിച്ച് നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാന്ന് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ തന്നെ ഒതുങ്ങി. എൻ്റെ അമ്മ എപ്പോഴും കരച്ചിലായിരിക്കും. ഈ 5 മക്കളെ, ഈ 4 പെൺമക്കളെ ഞാൻ എങ്ങനെ കട്ടിക്കും, എങ്ങനെ വളർത്തും, എൻ്റെ തലയിലാക്കിയിട്ട് പോയല്ലോ, എന്നെയും കൂടി എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ എൻ്റെ അമ്മ ഭയങ്കര നിരാശയോടെ കരയും. ഈ നിരാശയോടെ കരയുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാ
അപ്പൻ മരിച്ചല്ലോ, അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പന്റെ അടുത്തേക്ക് പോവാം, അപ്പന്റെ അടുത്തേക്ക് പോയി കൂടെ കിടക്കാം. അങ്ങനത് അന്ന് ഓർത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എന്റെ അപ്പൻ കൃഷിക്ക് മേടിച്ചു വെച്ച ഒരു വിഷക്കുപ്പി ഉണ്ടായിരുന്നു വീട്ടില്. അതെടുത്ത് ഞാൻ ഇങ്ങനെ തുറന്ന് എന്റെ വായിലേക്ക് ഇങ്ങനെ ഒളിക്കാനായിട്ട് കൊണ്ടുപോകും. അതിന്റെ മണം അടിച്ചിട്ട് പെട്ടെന്ന് അതിനെ ഞാൻ മാറ്റി വെക്കും. അതിനുശേഷം പിന്നെ ഇതുപോലൊരു വിഷമം വന്നിട്ട് പിന്നെ ഞാൻ വിഷക്കുപ്പി ഞാൻ തുറന്ന് എന്റെ വായിലേക്ക് ഞാൻ ഒളിച്ചപ്പോ ഇറക്കില്ലേ, ഒളിച്ചപ്പോ ചെറിയൊരു കയ്പ് വന്നപ്പോഴേക്കും ഞാൻ അത് തുപ്പിക്കളഞ്ഞ് വേഗം വായിൽ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് എനിക്കൊരു ചിന്ത വന്നു. ഞാനിങ്ങനെ ഈ വിഷക്കുപ്പി ഇങ്ങനെ മരിക്കാൻ വിചാരിച്ചതുപോലെ എൻ്റെ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ ആരെങ്കിലും വിചാരിച്ചാൽ കഷ്ടമായിരിക്കുന്നു ഓർത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവരൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് വെച്ചുകൊണ്ട് ഞാൻ ഈ വിഷക്കുപ്പി എടുത്ത് എൻ്റെ വീടിന്റെ സൈഡിൽ ചെറിയ ഒരു കുഴി തോണ്ടി അതിനെ ഇറക്കി, അതിന്റെ ഉള്ളിൽ ഇറക്കി വെച്ച് അതിനെ മൂടിക്കളഞ്ഞിട്ട് ഇപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ആ ഓർമ്മ എനിക്ക് വരും, ഇവിടെയാണല്ലോ ആ സാധനം ഞാൻ മൂടി വെച്ചത്. അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ അതിനെ മൂടി വെച്ചു. അതിനുശേഷം എൻ്റെ ചേച്ചി കൃഷിപ്പണിക്ക് ഇറങ്ങിയപ്പോൾ അന്നൊക്കെ കൃഷിയൊക്കെ കൊയ്യുന്ന സമയങ്ങളാണ്. കൃഷിപ്പണിക്ക് ഇരുന്നപ്പോൾ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാനും കൂടി വരാം സഹായിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചേച്ചിയുടെ കൂടെ പോകും. അപ്പൊ 12 വയസ്സൊക്കെ ഞാൻ അപ്പൊ ചേച്ചിയുടെ കൂടെ പോകും. അന്ന് കൃഷിയൊക്കെ കൊയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഭാരമാണത്. വലിയൊരു കെട്ടി നമ്മുടെ തലയിലേക്ക് ഒരു വെക്കും, ഒരുപാട് ദൂരത്ത് കൊണ്ടുപോയി നമ്മൾ പോയി ഒരു സ്ഥലത്ത് പോയി ഇടണം. അപ്പൊ അങ്ങനെ ഇട്ടപ്പോ എന്റെ ചേച്ചി സ്പീഡില് വലിയ കെട്ടും കൊണ്ടുപോയി എന്റെ തലയിൽ വെച്ചപ്പോ കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും എന്നെ കൊണ്ട് പൊക്കാൻ വയ്യ. ഞാൻ അത് താലയിട്ടിട്ട് കരയാൻ തുടങ്ങി. ചേച്ചി എനിക്ക് വയ്യ, ചേച്ചി എനിക്ക് പൊക്കാൻ വയ്യ, ചേച്ചി എനിക്ക് പറ്റുന്നില്ല ചേച്ചി എന്ന് പറയുമ്പോ അവള് ഓടി വന്നിട്ട് അവള് കരയുന്നുണ്ട്. പക്ഷെ എന്റെ മുമ്പിൽ അവള് കാണിക്കാൻ അവിടെ കണ്ണ് കലങ്ങുന്നുണ്ട്. സാറെല്ലാം അനിയത്തിന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് അങ്ങനെ എന്റെ ആ കൃഷിയുടെ നെല്ല് എടുത്ത് അവള് ചുമന്ന് അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈറോട്ടിലും കോയമ്പത്തൂരിലും നമുക്ക് പോയി ജോലി ചെയ്യാം, ബനിയൻ കമ്പനിയിൽ നമുക്ക് ജോലി ചെയ്യാം, നല്ലൊരു പൈസ കിട്ടുള്ളൂ, അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ഹെൽപ്പ് ആയിരിക്കുമല്ലോ എന്ന് ഞാനും വിജയും അങ്ങനെ കൂട്ടുകാരികൾ പറഞ്ഞ് അവരുടെ കൂടെ ഞാൻ കോയമ്പത്തൂരും ഈറോഡിലും വർക്കിന് പോയി. അങ്ങനെ പോയി 1 മാസം പോയി നിൽക്കും. പിന്നെ ഞങ്ങൾക്ക് ഒരു വിഷമം വരും, അമ്മേനെ വിട്ട് അധികം മാറി നിൽക്കാത്ത കൊണ്ട് വേഗം ഞങ്ങൾ ഓടി വന്ന് അമ്മ എനിക്ക് പറ്റുന്നില്ല അമ്മേനെ വിട്ടിരിക്കാന്ന് പിന്നെയും ഞങ്ങൾ അമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മ സാറിലെ മക്കളെ ഇവിടെ ഇരുന്നോളെന്നും പറയും. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ സഹോദരൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ചേച്ചി മക്കളെ ആരെങ്കിലും ഒരാളെ എൻ്റെ കൂടെ അയക്കാമോ, കേരളത്തിലേക്ക് ഞാൻ കൊണ്ടുപോവാം, അവിടെ ഒരു ഭവനം നോക്കാൻ വേണ്ടിയിട്ടാണ്, അവിടുത്തെ ഭവനത്തിലെ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. കാരണം വീട്ടു ജോലിയാണ് എന്നോട് പറഞ്ഞില്ല. വീട്ടു ജോലിയാണ് പറഞ്ഞാൽ ഞങ്ങൾ 2 പേര് വരില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടു ജോലിയാണ് എൻ്റെ അമ്മയുടെ സഹോദരൻ പറഞ്ഞില്ല. അപ്പൊ ഞാനും എൻ്റെ ട്വിൻ സിസ്റ്ററും അപ്പോഴും വഴക്കിടാന്ന്, ഞാൻ പോവില്ല നീ പോകുന്നു പറഞ്ഞിട്ട് വഴക്കിടാന്ന്. അപ്പൊ അമ്മ പിന്നെയും കരയാൻ തുടങ്ങി. ഈ മക്കളെ വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ഇവർ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ സങ്കടപ്പെടേണ്ട ഞാൻ പൊക്കോളാം അമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മയുടെ കരച്ചിൽ സഹിക്കാൻ വയ്യാണ്ട് അങ്ങനെ 2006 ഞാൻ കേരളത്തിൽ കാലുകുത്തുവാൻ ഇടയായി. കാലുകുത്തിയത് പ്രാർത്ഥിക്കുന്ന ഒരു ഭവനത്തിലായിരുന്നു. ഭവനത്തിന്റെ മാതാപിതാക്കളുടെ പേരാണ് എലിസബത്ത്, ജോർജ്. 2 സഹോദരങ്ങളുണ്ട്. അങ്ങനെ കാല് കുത്തിയപ്പോ ഈ അമ്മ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഇവരുടെ ഭാഷകളൊന്നും എനിക്കറിയില്ല, സ്തോത്രം സ്തോത്രം എനിക്കറിയാം. അങ്ങനെ പറഞ്ഞപ്പോ എന്റെ കണ്ണ് പതിയെ ഞാൻ തുറന്നു നോക്കിയപ്പോ വീടിന്റെ ഫുള്ളും വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞാൻ എവിടെ വരാൻ പാടില്ലെന്ന് വിചാരിച്ചോ അവിടെ തന്നെ വന്നു എന്ന് പറഞ്ഞ് ഭയങ്കര നിരാശയായി. ഇവിടെ വന്നപ്പോ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞത്, ഇവിടെ മോളെ നീ പണിയൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല, എന്നാൽ ഞായറാഴ്ച വരുമ്പോ പ്രാർത്ഥനയ്ക്ക് വരണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അതൊരു കുഴപ്പമില്ല, ഇവിടെ പണി ചെയ്തതും കുഴപ്പമില്ല, ഞായറാഴ്ച എന്തായാലും ഞങ്ങളുടെ കൂടെ ആരാധിക്കാൻ വരണം എന്ന് പറഞ്ഞവർ നിർബന്ധിച്ചിട്ട് പോയി. അവസാനം എനിക്കിത് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുന്നു പറഞ്ഞോണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാ, ഇവിടുന്ന് ഞാൻ എന്റെ ചേച്ചിനെ വിളിക്കും. ചേച്ചി ഇവിടെ ഭയങ്കര കഷ്ടപ്പെടാൻ എന്നെ കൊണ്ടുപോക്കുമെന്ന് ചോദിക്കുമ്പോ എന്റെ ചേച്ചി ഇങ്ങോട്ട് വരും. ചേച്ചി വന്ന് എന്നെ കൊണ്ടുപോകാൻ വരുമ്പോ ഇവിടെ അമ്മ ഞാൻ പോകുമ്പോ അമ്മ ഞാൻ പോവാന്ന് പറഞ്ഞു പോകുമ്പോഴേക്കും അമ്മ ഗേറ്റിൽ നിന്നിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും. മോളെ എന്നെ വിട്ട് പോവാണോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിട്ടുപോയതിനു ശേഷം 1 ആഴ്ച അവിടെ
നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സങ്കടം വന്നു. എന്നാലും ആ വീട്ടിലെ മാതാപിതാക്കൾ നല്ല സ്നേഹമായിരുന്നു. എന്നെ അതുപോലെയല്ല നോക്കിക്കൊണ്ടിരുന്ന് വേണ്ടതിനെ അവർ തന്നല്ലോ, എനിക്ക് വേണ്ടി കരഞ്ഞല്ലോ, ഇത്രയും കരയുന്നുണ്ടല്ലോ, അത് നമുക്ക് പിന്നെയും പോവാം. ഇത് എന്റെ ചേച്ചിയോട് പറയും, ചേച്ചി എന്നെ കൊണ്ടുവന്ന് അവിടെ വിട്ടോ, ആ മാതാപിതാക്കൾ നല്ലവരാണ്, ചർച്ചിലേക്ക് വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഓടി വന്നതെന്ന് പറഞ്ഞ് അവളോട് പറഞ്ഞു. അങ്ങനെ എന്റെ ചേച്ചി പിന്നെയും ഇവിടേക്ക് കൊണ്ടുവന്ന് വിട്ടു. അവളോട് അങ്ങനെ വിട്ടപ്പോ പിന്നെ ഈ മാതാപിതാക്കളുടെ അമ്മയുടെ സ്നേഹം കൊണ്ടാണ് ഞാൻ ഓടിയിട്ട് പിന്നെയും പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി വന്നതല്ല. പിന്നെ വന്നപ്പോ പിന്നെയും അപ്പനും അമ്മയും അവർ പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്ത് എന്നെ വിളിക്കും. ആ സമയം നോക്കി ഞാൻ ഓടിപ്പോയി എവിടെയെങ്കിലും എന്തെങ്കിലും പണിയുണ്ടെന്ന് പറഞ്ഞ് പുറത്ത് എന്തെങ്കിലും ചെയ്തിരിക്കും, ചിലപ്പോൾ ബാത്റൂമിൽ ഒളിച്ചിരിക്കും, വെള്ളം വെറുതെ തുറന്നിരിക്കും. കാരണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പ്രാർത്ഥന തീർന്നവരെ വെള്ളം തുറന്നു വിട്ട് ഇങ്ങനെ ഒളിച്ചുകൊണ്ടിരിക്കും, കുളിക്കുന്ന പോലെ. അവർ കുളിക്കാന്ന് പറഞ്ഞാൽ വിചാരിക്കും അങ്ങനെ ഒളിച്ചുകൊണ്ടിരിക്കും. ഇത് അറിഞ്ഞിട്ട് ഒരു ദിവസം എന്ത് ചെയ്യുന്ന വെച്ചാൽ, മോളെ നീ ഇത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ പ്രാർത്ഥിക്കുന്നുള്ളെന്ന് അവരവിടെ ഇരുന്നു. അവരുടെ നിർബന്ധത്താൽ ഞാൻ അവിടെയും ഇരുന്നു. അങ്ങനെ ഇവർ പിടിച്ചു. നിർബന്ധത്താൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയാലും എനിക്ക് സങ്കടമായിരുന്നു. എങ്ങനെയെങ്കിലും പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടണല്ലോ എന്ന് വെച്ചിട്ട് എനിക്ക് സങ്കടം ഒരുപാട് മൂത്ത് വന്നപ്പോൾ എൻ്റെ അച്ഛന് സൗഖ്യം കിട്ടിയില്ല, പിന്നെയും എന്നെ ഇവിടെ തന്നെ കൊണ്ടുവരണല്ലോ വെച്ചാൽ എനിക്ക് പിന്നെയും നിരാശയായിട്ട് ഇവരില്ലാത്ത സമയത്ത് എൻ്റെ ഡയറി എടുത്തോണ്ട് എങ്ങനെങ്കിലും മരിച്ചാൽ നല്ലതായിരുന്നു, അതായിരുന്നു സുഖമായിരുന്നു, ഇവങ്ങനെ ഒരു കഷ്ടപ്പെട്ട് പെടാണ്ടായിരുന്നല്ലോ എന്ന് വെച്ചാൽ എനിക്ക് മരിക്കണമായിരുന്നു. എല്ലാവരും മാതാപിതാക്കളോട്, എൻ്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും മാതാപിതാക്കളോട് പഠിക്കുന്നു, സ്നേഹത്തോടെ. ഞാൻ മാത്രം ആരും ഇല്ലാതെ ഒരു അനാഥയായി, ഇങ്ങനെ തന്നെ ഞാൻ ഇങ്ങനെ എഴുതിയേ, ഞാരില്ലാതെ ഒരു അനാഥയായി ഞാൻ വന്നു, എനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് എനിക്കറിയും. ഈ പാത്രങ്ങളെടുത്ത് അതിനോട് സംസാരിച്ചുകൊണ്ട് പറയും, എനിക്കിങ്ങനെ വേലക്കാരിയായിട്ട് വരേണ്ട ഗതികേട് വന്നല്ലോ എന്ന് പറഞ്ഞ് എനിക്കറിയും. അപ്പോ എനിക്ക് ആ ചിന്ത വന്നു, എൻ്റെ മാതാപിതാക്കൾക്ക് ആ ഒരു ചിന്ത വന്നില്ല. വീട്ടു വേലയ്ക്ക് വേണ്ടിയാണ് വന്നത്, അവർ വേലക്കാരിയായിട്ട് എന്നെ കരുതില്ല, സ്വന്തം മകളെ പോലെ എന്നെ അവർ കരുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ ഒരു പ്രാർത്ഥനയ്ക്ക് എലൂർക്കാവലിലെ എല്ലാ വെള്ളിയാഴ്ചയും ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടെ വന്ന ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ദൈവദാസിയെ, നിങ്ങളുടെ ദൈവാത്മാവ് കാണിക്കുന്നു, നിങ്ങളുടെ ഭവനത്തിൽ ഒരു കുട്ടി ഒരു പേപ്പർ ഒരു ഡയറിനകത്ത് ഇങ്ങനെ എഴുതുന്നു, നിരാശകളുടെ വാക്കുകൾ എഴുതുന്നു, ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു, ആ കൊച്ചിനെ ദൈവമാണ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നത് എന്നിങ്ങനെ ദൈവാലോചന എൻ്റെ അമ്മയുടെ മേത്തുണ്ടായിരുന്നു. അമ്മയും വീട്ടിലേക്ക് വന്നവർ പ്രാർത്ഥന കഴിഞ്ഞ് 10 മണിക്ക് വീട്ടിലേക്ക് വന്നു. എൻ്റെ റൂമിൽ അവർ ഇങ്ങനെ കൊട്ടിയപ്പോ, മോളെ ഭക്ഷണം കഴിച്ചാ? ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ് വേഗം റൂം തുറക്കില്ല, കാരണം പ്രാർത്ഥനയ്ക്ക് വിളിക്കുമെന്ന് വെച്ചിട്ട് തുറക്കില്ല. ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ് വേഗം വർത്താനം പറഞ്ഞ് അകത്തിരിക്കും. മോളെ ഒന്ന് വാതിൽ തുറന്നേ മോളെന്ന് പറയും. അന്നേരം ഞാൻ തുറന്നു, പ്രാർത്ഥിക്കാൻ വിളിക്കാൻ വന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വിഷമത്തോടെ തുറക്കുന്നേ. അപ്പൊ തുറന്നപ്പോ അമ്മ ചോദിച്ചു എന്നോട്, മോളെ നിന്റെ ഡയറിയിൽ എന്തെങ്കിലും എഴുതാറുണ്ടോ മോളെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആദ്യം ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, മോളെ എഴുതാറുണ്ടോ എന്ന് എന്നെ സ്നേഹത്തോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്ത് എഴുതും, എനിക്ക് ആരുമില്ല, എന്നെ കൂടെ ഉള്ളവരെല്ലാം മാതാപിതാക്കളായിട്ട് താമസിക്കുന്നു, എനിക്ക് ആരുമില്ല, ഞാൻ അനാഥയാണ്, ഞാൻ എന്തിനാണ് വന്നത്, ഞാൻ മരിക്കണമെന്നാണ് എഴുതി വെച്ചത് എന്ന് പറഞ്ഞപ്പോ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞു, മോളെ നീ വിഷമിക്കേണ്ട, നിന്നെ യേശുപ്പച്ചനാണ് ഞങ്ങളുടെ അടുത്ത് കൊണ്ടാക്കിയത്, നിനക്ക് ഞങ്ങളാണ് ഇനി മുതൽ മാതാപിതാക്കൾ, അതുകൊണ്ട് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവര് പോയതിനു ശേഷം എനിക്ക് വലിയ പേടിയായി തുടങ്ങി. എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച സംഭവം എങ്ങനെ അമ്മയും അപ്പനും അറിഞ്ഞു എന്നുള്ളൊരു വിഷമമായി. അതോടുകൂടി ഞാൻ ഡയറി എഴുതുന്നത് നിർത്തിയിട്ട് പിന്നെ ഞാൻ കരയാൻ തുടങ്ങി, കരഞ്ഞുകൊണ്ടേ കിടന്നു. അമ്മ എന്നും 4 മണിക്ക് എഴുന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. പാട്ട് പാടുമ്പോഴേക്കും എൻ്റെ ചെവി ഇങ്ങനെ ഞാൻ പിടിക്കും, 5 മണിക്ക് പാട്ട് പാടുമ്പോഴേക്കും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം പാടാനായിട്ട് എൻ്റെ അമ്മ ഒരു പാട്ട് പാടി. ആ പാട്ട് ഇങ്ങനെയായിരുന്നു, ഭയപ്പെടേണ്ട മകളെ മകനെ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം പാടി. ആ പാട്ട് കേട്ടപ്പോ തന്നെ ഒരപ്പൻ എന്നെ ആശ്വസിക്കുന്നത് പോലെ, ഒരമ്മ എന്നെ ആശ്വസിക്കുന്നത് പോലെ ഞാൻ നിരാശയോടെ കിടന്ന ആ കട്ടിൽ നിന്നകത്ത് എൻ്റെ കർത്താവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, അത്രയും നാളും പ്രാർത്ഥനയ്ക്ക് വന്ന് ഇരിക്കാത്ത ഞാൻ
ഓടി വന്ന് വാതിൽ തന്ന് ഓടി വന്ന് അമ്മയുടെ അടുത്തിരുന്നു. അമ്മ ചോദിച്ചു എന്താ മോളേന്ന് ചോദിച്ചപ്പോ അമ്മ എനിക്കും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വലിയ സന്തോഷമായി. അന്ന് തൊട്ട് അമ്മ എന്നെ വചനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി, മലയാളമൊക്കെ എഴുതി വായിച്ചൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോ മോളെ നിനക്ക് ഒന്നും കൂടി ദൈവവചനം പഠിക്കാനും ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാനായിട്ട് ഞാൻ 10 ദിവസം ഇവിടെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്, അവിടെ നിന്നെ ആക്കാം, നീ അവിടെ പോയി ക്യാമ്പിനൊക്കെ കൂടിയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിട്ടു. അങ്ങനെ വിട്ടപ്പോ അവിടെ എന്നും 4 മണിക്കൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ബൈബിൾ വായിക്കാനൊക്കെ അവസരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വിട്ടപ്പോഴാണ് ക്യാമ്പിനകത്ത് എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കും, ആരാധിക്കും, പാട്ടുകളൊക്കെ പാടും. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദേവദാസി എന്നോട് ഇങ്ങനെ ചോദിച്ചു, മോളെ നീ എന്തെങ്കിലും പാവങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റു പറയണം. അങ്ങനെ ഏറ്റു പറയുമ്പോൾ ദൈവം അഭിഷേകത്താൽ നിറയ്ക്കും. മോള് അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അഭിഷേകം പ്രാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു, യേശപ്പാ ഞാൻ പാവം ചെയ്തല്ലോ യേശപ്പാ, ഞാൻ ബൈബിള് അന്ന് പാവം ചെയ്യാൻ കാരണം വെച്ചാ എന്റെ അപ്പന് സൗഖ്യം കിട്ടാതെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാ ബൈബിൾ ഉണ്ടായിരുന്നു, നല്ല പുത്തൻ ബൈബിൾ ഉണ്ടായിരുന്നു. ആ ബൈബിൾ എടുത്ത് ഞാനും എന്റെ സിസ്റ്ററും കൂടി ഫുള്ളും കത്തിച്ചു. അതുകൊണ്ടാണ് യേശപ്പച്ചനോട് അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ യേശപ്പച്ചന്റെ ബൈബിളൊക്കെ ഞാൻ കത്തിച്ചു. ദേവദാസന്മാർ ഞങ്ങളുടെ നാട്ടിലേക്ക് ശുശ്രൂഷയ്ക്ക് വരും. അവർ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒളിച്ചിരുന്ന്, ചെറിയൊരു കല്ലുണ്ടാവും, അവരെ അടിച്ചിട്ട് ഞാൻ പോയി ഒളിച്ചിരിക്കും. കാരണം അപ്പൻ മരിച്ചതിന് ശേഷം ഇവരെന്റെ നാട്ടിലേക്ക് ഇനി കടന്നു വരാൻ പാടില്ല എന്ന് ആ ഒരു വെറുപ്പ് വന്നു എന്റെ ജീവിതത്തില്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കേരളത്തിൽ വരുന്നത്. ഇപ്പൊ ആ ക്യാമ്പിലേക്ക് പോയി എന്നെ ആക്കിയപ്പോ എനിക്ക് കുറ്റബോധം വന്നു. ഞാൻ അതൊക്കെ ആ പാവങ്ങൾക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നതിന്. അപ്പൊ യേശപ്പച്ചനോട് ഞാൻ സമർപ്പിച്ചു, യേശപ്പച്ച ദൈവദാസന്മാരനെ ചെറിയ കല്ല് കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട്, ബൈബിളൊക്കെ കത്തിച്ചിട്ടുണ്ട്, ഞാൻ അറിയാതെ ചെയ്ത പാവമായ യേശപ്പച്ച എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ചെയിൻ പ്രേയർ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്നപ്പോ എന്റെ പ്രാർത്ഥന വേറെ ഒരാൾ പ്രാർത്ഥിക്കുക, അങ്ങനെ മാറി മാറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വന്നപ്പോ ഒരു ആന്റിയുടെ പ്രാർത്ഥന എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരുടെ വീട്ടിൽ മദ്യപാനത്തിന് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ആ വിഷയം തന്നെ എനിക്ക് വന്നു. കണ്ണടച്ചു യേശപ്പച്ചനോട് ഞങ്ങനെ പറഞ്ഞു, യേശപ്പച്ച അവരുടെ വീട്ടിൽ സമാധാനം കൊടുക്കുന്ന ഒരുപാട് തകർന്നു കിടക്കുക യേശപ്പച്ച എന്നിങ്ങനെ കണ്ണടച്ചു പ്രാർത്ഥിക്കുകയല്ല. അപ്പോഴേക്കും ദൈവത്തിന്റെ 2 കരം എന്റെ നടുക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു. വെള്ള കളറ്, നമ്മുടെ ലൈറ്റിനെക്കാളും പ്രകാശം, നമ്മുടെ പാളിനെക്കാളും വെളിച്ചം, അത്രേ വലിയ കറ എന്റെ നടുക്കിലേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും ഞാൻ അഭിഷേകം പ്രാപിച്ചു. ആ സമയത്ത് തന്നെ ഞാൻ അഭിഷേകം പ്രാപിച്ച് നൃത്തം ചെയ്ത് എന്റെ കർത്താവിനെ ഞാൻ ആരാധിക്കാൻ തുടങ്ങി. എന്റെ കൂടെ ഇരുന്ന് ദേവദാസിമാർ എന്നെ പിടിക്കാൻ നോക്കി. ഞാൻ അവരോട് പറഞ്ഞു, എന്നെ പിടിക്കരുത്, ആ ചേച്ചിയുടെ വിഷയത്തിന്മേൽ എന്റെ അപ്പന്റെ കറം ഇറങ്ങി വന്നിട്ടുണ്ട്, എന്റെ അപ്പൻ ജീവിക്കുന്നു, എന്റെ യേശപ്പച്ചൻ ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അന്യഭാഷയിൽ ആരാധിച്ചെന്റെ കർത്താവിനെ നൃത്തം ചെയ്ത് മഹത്വപ്പെടുത്തി. ആ ക്യാമ്പില് ഒരുപാട് പേര് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്റെ കർത്താവ് എന്നെ അഭിഷേകത്താൽ എന്നെയാണ് നിറച്ചത്. അങ്ങനെ എന്റെ അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ആ ക്യാമ്പിലേക്ക് വന്നപ്പോ ആ ദേവദാസന്മാരിങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ ഈ മോളാണ് ഈ മാസത്തെ ക്യാമ്പിൽ ദർശനത്തോടെ അഭിഷേകം പ്രാപിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞാൻ അഭിഷേകം പ്രാപിച്ച് ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോ ദൈവത്തിന്റെ കൽപ്പന എനിക്ക് സ്വീകരിക്കുന്ന ഒരു ആഗ്രഹം വന്നു. അങ്ങനെ 4/4/2011 പാസ്റ്റർ ജോയ് പാറയ്ക്കൽ, പാസ്റ്റർ PM മാത്യു, പാസ്റ്റർ അച്ചൻകുന്നി, പാസ്റ്റർ രാജു, പാസ്റ്റർ കുഞ്ഞുമൻ, പാസ്റ്റർ കൈക്കീലിൽ, ഇത്രേ ദേവദാസന്മാരുടെ സാന്നിധ്യത്തിൽ പാസ്റ്റർ കുഞ്ഞുമൻ പാസ്റ്ററിനെ സ്ഥാനപ്പെടുത്തി ഞാൻ കർത്താവിനെ ദർശനത്തോടെ അഭിഷേകം പ്രാപിച്ച് എന്റെ കർത്താവിനെ ഞാൻ സ്വന്തം രക്ഷിതാവെ സ്വീകരിച്ച് ഞാൻ സ്നാനപ്പെട്ടു. അങ്ങനെ ഞാൻ കടന്നു വന്നപ്പോൾ എന്റെ യേശപ്പൻ എനിക്ക് ഒരുപാട് ദർശനങ്ങളും വെളിപ്പാടും കാണിക്കുന്നതും എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് ജീവൻ തന്ന അപ്പ നഷ്ടപ്പെട്ടു പോയി, എന്നാൽ ലോകസ്ഥാപനത്തിന് മുൻപേ കണ്ട യേശു കർത്താവ് എന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ഒരു വലിയൊരു സന്തോഷവും സമാധാനവും എനിക്ക് ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ദൈവമായിട്ട് വലിയൊരു ബന്ധമായി രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് അപ്പനോട് ഞാൻ സംസാരിക്കും. യേശപ്പ ഐ ലവ് യു യേശപ്പ എന്ന് പറയും, യേശപ്പ ഗുഡ് മോർണിംഗ് യേശപ്പ എന്ന് പറയും, യേശപ്പ ഗുഡ് നൈറ്റ് യേശപ്പ എന്ന് ഞാൻ പറയും. അങ്ങനെ ഇരുന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് അത്രയും ദൈവമായിട്ടൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഡയറിയിൽ ഞാൻ എഴുതിയത്, യേശപ്പ എനിക്ക് തമിഴും മലയാളവും അറിയുന്ന നല്ലൊരു പൈതലിനെ എനിക്ക് വേണമെന്ന് ഞാൻ
എഴുതി. അങ്ങനെ എഴുതി ഞാൻ അത് മറന്നുപോയി. അങ്ങനെ എഴുതിയപ്പോഴാണ് എനിക്ക് വിവാഹ ആലോചന, ഒരുപാട് ആലോചന വന്നു കേരളത്തിൽ നിന്ന്. എനിക്ക് ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, തമിഴ് അറിയുന്ന ഒരു ദൈവ പൈതലെ തന്നെ വേണമെന്ന് എനിക്കൊരു ആഗ്രഹമുള്ളത് കൊണ്ട് പെരുമ്പാവൂരിലിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ നിന്ന് എനിക്ക്, തമിഴ് അറിയുന്ന കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്കൊരു വിവാഹാലോചന വന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവൻ എന്നോട് ചോദിച്ചത്, രാജി നിനക്ക് സ്വർണ്ണം ഊരാൻ താല്പര്യമാണോ എന്ന് ചോദിച്ചു. അതുവരെ സ്വർണ്ണം ഊരിട്ടുണ്ടായില്ല. സ്ഥാനപ്പെട്ടപ്പോ സ്വർണ്ണം മാറ്റി വെച്ചു, പിന്നെ എടുത്തിട്ടു ഞാന്. കാരണം ഞാൻ എടുത്തിട്ടത് തമിഴ്നാടിനെ സംബന്ധിച്ചോളം നമ്മൾ സ്വർണ്ണം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ വിധവയാണ്, ആരുടെ വീട്ടിലും കേട്ടത്തില്ല, അങ്ങനെ നമ്മൾ മാറ്റി നിർത്തും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സ്വർണ്ണം മാറ്റില്ലായിരുന്നു. പിന്നെ ഹസ്ബൻഡ്, എന്റെ പ്രിയപ്പെട്ടവനോട് ചോദിച്ചു, രാജി നീ സ്വർണ്ണം മാറ്റോ? ഇല്ല മാറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റില്ലെന്ന് പറഞ്ഞപ്പോ രണ്ടുപേരും ഓക്കെ എന്ന് പറഞ്ഞു പിരിഞ്ഞു. എന്റെ ഹസ്ബൻഡിന്റെ മാതാപിതാക്കളും എന്റെ മാതാപിതാക്കളും ഇങ്ങനെ ഇരുന്നിട്ട് അവർ വർത്താനം പറഞ്ഞു, എന്നെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. അവസാനം പോകുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡിന്റെ പിതാവ് എന്നോട് ചിരിച്ചോണ്ടേ പറഞ്ഞു, അവള് സ്വർണം മാറ്റും എന്ന് പറഞ്ഞു. ചിരിച്ചോണ്ടേ പറഞ്ഞു സ്വർണം അവൾ മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ എന്റെ ഹസ്ബൻഡിന്റെ പിതാവ് കടന്നുപോയി. എന്റെ എൻഗേജ്മെന്റ് ഓഗസ്റ്റ് 4-ായിരുന്നു. വിവാഹം 2015 ഓഗസ്റ്റ് 14 ഇങ്ങനെ അവർ ഫിക്സ് ചെയ്തിട്ട് പോയ ശേഷം ഒരു ദിവസം എനിക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ മുഖം കഴുകാനായിട്ട് ബാത്റൂം പോയപ്പോ എന്റെ മുഖം തളർവാദമായിട്ട് ഇങ്ങനെ ഒരു സൈഡ് കോടിപ്പോയപ്പോ പെട്ടെന്ന് എന്റെ അമ്മയുടെ അടുത്ത് ഓടി വന്നു, അമ്മ എന്റെ മുഖം ഇങ്ങനെ സൈഡ് ചെരിഞ്ഞു പോയി അമ്മ എന്ന് പറയുമ്പോൾ എന്റെ അമ്മയ്ക്ക് വളരെ ഷോക്കായി. മോളെ എന്ന് പറഞ്ഞ് വന്ന് നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകും. കാരണം എൻഗേജ്മെന്റ് ഡേറ്റും വിവാഹത്തിന്റെ ഡേറ്റും അടുത്തുകൊണ്ടിരിക്കുക. ജൂലൈ ഒരാഴ്ച ഉള്ളു ഇനി കല്യാണത്തിന്. അപ്പൊ അടുത്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് വേഗം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് അവർ കൊണ്ടുപോയപ്പോ അമ്മ എന്നെ പുറത്തിരുത്തി. ആദ്യം ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോ അമ്മ എന്നെ പുറത്തിരുത്തിട്ട് ഡോക്ടറും അമ്മയായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചപ്പോ ഡോക്ടർ അമ്മയോട് പറഞ്ഞു, സിസ്റ്റർ ഈ കൊച്ചിന് ഞാനൊരു മെഡിസിൻ തരാം, 15 ദിവസമാണ് ഇതിന്റെ മെഡിസിന്റെ ഒരു പവര്. 15 ദിവസം കൊണ്ട് ഇത് മാറിയില്ലെങ്കിൽ ലൈഫ് ലോങ് ഫുള്ളും ഈ കൊച്ചിന് ഈ ഒരു അസുഖം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ലൈഫ് ലോങ്ങിന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ പുറത്തു നിന്നപ്പോ ഞാൻ ഒന്നും കൂടി തകർവാനിടയായി. അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ, വിവാഹം അടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്തായാലും അഭിമോനെ വിളിച്ച് നമുക്ക് പറയാണ്ട് വിവാഹം കഴിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞു. എന്റെ ഉള്ളിലൊരു വിഷമം, നാട്ടിൽ നിന്ന് എല്ലാവരും വരുമ്പോ ഈ തളർവാത്തോടെ ഞാൻ എങ്ങനെ നിൽക്കുന്നു, ഒന്നുകൂടി തളർന്നു പോയി. രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങാൻ പറ്റില്ല. കാരണം കണ്ണടയില്ല. ഇങ്ങനെ പ്ലാസ്റ്റർ ഞാൻ ഒട്ടിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സൈഡ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ചർച്ചിലേക്ക് പോകുമ്പോഴെല്ലാം ഒരു ദൈവവചനം എന്നോട് കത്തിക്കൊണ്ടിരുന്നു, ദൈവവചനം ഇടപെട്ടുകൊണ്ടിരുന്നു. എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന് ആ ഒരു വചനം എന്റെ ഉള്ളിൽ നിന്ന് കത്തിക്കൊണ്ടിരുന്നു. അന്ന് ഞാൻ ദൈവവചനം കത്തിച്ചു. എന്നാൽ ആ ദൈവവചനം ഈ ദിവസങ്ങളില് ആ രോഗാവസ്ഥയിലെല്ലാം എന്റെ ഉള്ളിൽ നിന്ന് കത്തുവാൻ ഇടയായിത്തീർന്നു. അന്ന് എന്റെ ദൈവാത്മാവ് എന്റെ ഉള്ളിൽ സംസാരിക്കുമെങ്കിലും ഞാൻ വീട്ടിലേക്ക് കടന്നു പിന്നെയും എനിക്ക് നിരാശ വരും. അങ്ങനെ ആയിരുന്നപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവനെ വിളിച്ച് അമ്മ ഇങ്ങനെ സംസാരിച്ചത്. എന്നെ ചേട്ടൻ കണ്ടപ്പോ അമ്മ ചോദിച്ചു, ഹസ്ബൻഡിനോട് ഇങ്ങനെ ചോദിച്ചു, അബി മോനെ എന്റെ മോൾക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി, നീ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചു. എന്റെ ഹസ്ബൻഡ് അന്ന് പറഞ്ഞ വാക്കാണ്, അമ്മ എനിക്ക് ദൈവം തന്ന ഗിഫ്റ്റാണ്, അവൾ എങ്ങനെയായിരുന്നാലും എനിക്ക് കുഴപ്പമില്ല അമ്മ, ഇവളാണ് എന്റെ ഭാര്യ, ഞാൻ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞ് എന്റെ ഹസ്ബൻഡ് പോയി. എന്റെ ഹസ്ബൻഡ് മുഖം പോലും എനിക്ക് നോക്കാൻ പറ്റാത്ത அளவுக்கு ഞാൻ തല കുണിച്ചിരുന്നു. അങ്ങനെ ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് പോയതിനു ശേഷം രാത്രി എന്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു, രാജി നീ സ്വർണ്ണം മാറ്റാൻ നിനക്ക് സമ്മതമാണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മാറ്റിക്കോളാം ചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നാ മാറ്റാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം വരാ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മുകളിലാണ്, ചേട്ടന്മാരുടെ റൂമിൽ മുകളിലാണ് കിടക്കുന്നത്. അന്നേരം ഞാൻ ഇറങ്ങി വന്ന്, ആരും അറിയാതെ ഇറങ്ങി വന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് ഞാൻ പോയി. ഞാൻ വെള്ളം എടുത്തു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സ്വർണ്ണം മാറ്റി രാജി, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരുപാട് സ്വർണ്ണമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആ രാത്രി തന്നെ ഊരി വെച്ചിട്ട് കണ്ണടച്ചു പ്രാർത്ഥിച്ചു. എന്റെ ഹസ്ബൻഡ് അന്ന് ആത്മാവിൽ നിറഞ്ഞ് എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ദൈവം നിന്നെ സൗഖ്യപ്പെടുത്തും, നീ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങിക്കോ രാജി എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ കിടന്നുറങ്ങിയ ശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ സ്വർണം കൊണ്ട് എന്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഇറങ്ങി വന്ന് ഞാൻ കൊടുത്തിട്ട്, അമ്മ ഈ സ്വർണ്ണം ഇനി ഞാൻ ഇടത്തില്ല, എനിക്ക് വേണ്ട അമ്മ എന്ന് പറഞ്ഞു. അപ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്റെ മുഖം ഞാൻ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയപ്പോ അത്രയും നാൾ തളർവാദമായി ഒരു സൈഡ് കോടിയിരുന്ന മുഖം ആ കണ്ണാടി നോക്കിയപ്പോ എന്റെ മുഖത്ത് അങ്ങനെ ഒരു സംഭവമേ സംഭവിച്ചാ ഇല്ലാതെ
എൻ്റെ കർത്താവ് പൂർണ്ണ സൗഖ്യവും പൂർണ്ണ വിടുതലും ഒരു തേജസ്സും എൻ്റെ കർത്താവ് അന്ന് കാലത്ത് എൻ്റെ മുഖത്ത് എൻ്റെ ദൈവം തന്നു. സർവ്വമഹത്വവും എൻ്റെ കർത്താവിന് ഞാൻ അർപ്പിക്കാൻ. കാരണം ഡോക്ടർമാർ പറഞ്ഞു ലൈഫ് ലാങ് ഫുള്ളും ഈ കൊച്ചിന് ഇങ്ങനെ തളർവാദം ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ യേശപ്പത്തിന് എന്നെ തൊട്ടപ്പോൾ പരിപൂർണമായ ഒരു സൗഖ്യം. ആമേൻ. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ആ സ്വർഗീയ പിതാവ്, ആ കരം, ആ ദൈവത്തിന്റെ കരം എന്നെ തൊട്ട് അന്ന് രാത്രിയുടെ പ്രാർത്ഥനയോടെ എൻ്റെ കർത്താവ് എന്നെ തൊട്ട് എനിക്ക് നിത്യ സമാധാനം തന്ന് എനിക്ക് സൗഖ്യം തരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ വിവാഹം വളരെ അനുഗ്രഹത്തോടെ നടന്നു. ആ എൻഗേജ്മെന്റ് ഫംഗ്ഷനിലും നാട്ടുകാരുടെ മുമ്പിലെല്ലാം കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം എനിക്കൊരു അവസരം ഒരുക്കി തന്നു. അങ്ങനെ അനുഗ്രഹമായി എൻ്റെ വിവാഹം കഴിഞ്ഞു. എനിക്ക് ഒരുപാട് വാക്തത്വങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നീ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കും, കർത്താവിന്റെ സാക്ഷിയായി നീ പല ദേശങ്ങളിൽ നീ കടന്നു പോകുമെന്ന് ദൈവത്തിന്റെ ആലോചനകൾ എന്നിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിവാഹം കഴിഞ്ഞ് പോയ ഭവനത്തിൽ നല്ലൊരു മാതാപിതാക്കളും നല്ലൊരു സഹോദരങ്ങളെല്ലാം ദൈവം എനിക്ക് ദാനമായി തന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ ഒരു ജയിൽ മിനിസ്റ്റർ ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസനായിരുന്നു. അങ്ങനെ കർത്താവിന്റെ ദാസനോട് ഒപ്പം ആദ്യമായിട്ടാണ് ഞാൻ ജയിൽ മിനിസ്ട്രി ചെയ്യാൻ കടന്നു പോകുന്നത്. കർത്താവിന്റെ വാക്തത്വം അവിടെ ഫസ്റ്റിൽ എന്നെ നിറവേറി. ആ ജയിലിൽ പോയിലെല്ലാം ഞാൻ പാട്ട് പാടാൻ ഇടയായിത്തീർന്നു. അങ്ങനെ സന്തോഷമായിട്ട് കടന്നു പോയിക്കുന്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും ഞാൻ സ്കൂട്ടി ഓടിക്കുമായിരുന്നു. അങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. വലിയൊരു മതിലിൽ പോയി ഞാൻ ഇടിച്ചു. എൻ്റെ ഹസ്ബൻഡ് നേരെ തിരിച്ച് മെയിൻ റോഡിലേക്ക് വീണു. എൻ്റെ കാലുമേ സ്കൂട്ടി വീണു. എൻ്റെ കാല് ബലമില്ലാത്ത അവസ്ഥയിലായി. അന്നേ ഞങ്ങൾ മരിച്ചു പോകുമായിരുന്നു. ദൈവത്തിന്റെ കരം അന്ന് ഞങ്ങൾ താങ്ങി. എൻ്റെ ഹസ്ബൻഡ് കുറച്ചു നേരം ബോധമില്ലാതെയൊക്കെ കിടന്നു. ഒരുപാട് ആൾക്കാർ ഒന്ന് പൊക്കിയൊക്കെ നോക്കി. പിന്നെയാണ് വെള്ളമൊക്കെ കുടിച്ച് ശരിയായത്. എൻ്റെ ദൈവത്തിന്റെ കരം പിശാച് ഞങ്ങളെ തകർത്ത് കളയാൻ നോക്കി. എന്നാൽ സർവശക്തനായ ദൈവം ഞങ്ങളെ താങ്ങുവാൻ ഇടയായിത്തീർന്നു. ഒരുപാട് ശോധനകളും കഷ്ടതകളും എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പിറുവിറുത്തു. ഇത്രേ ദൈവത്തിന് വേണ്ടി നിന്നിട്ട് പിന്നെ എനിക്ക് സങ്കടം വരുന്നത് ഞാൻ പിറുവിറുത്തു. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ദൈവത്തോട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പാടത്തില്ല. വേദനയിലും പ്രതിസന്ധികളും പ്രയാസങ്ങളെല്ലാം ആഞ്ഞടിക്കുമ്പോഴെല്ലാം ശോധനകളെല്ലാം ആഞ്ഞടിക്കുമ്പോഴെല്ലാം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പാടത്തില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഞാൻ നിലമ്പാട് എൻ്റെ റൂം അടച്ച് ഞാൻ നിലമ്പാട് ഞാൻ വീണു. തറയിൽ വീണ് നിലമ്പാട് വീണു. അങ്ങനെ വീണ് ഞാൻ പ്രാർത്ഥിക്കില്ല പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ വീണ്. അങ്ങനെ ഞാൻ ഉറങ്ങിയില്ല. എൻ്റെ കണ്ണ് സ്വബോധമുണ്ട്, എനിക്ക് കണ്ണും അടഞ്ഞിട്ടേ ഉള്ളൂ. ഡീപ്പ് ഉറക്കത്തിൽ ഞാൻ പോയിട്ടില്ല. ഒരാൾ നടുക്ക് ഇറങ്ങി വരുന്നു. ഒരാൾ നടുക്ക് ഇറങ്ങിയിട്ട് എന്നോട് പറയാ, നിന്റെ മുഖം ഒന്ന് പൊക്ക്, നിന്റെ പാട്ട് ഒന്ന് ഞാൻ കേൾക്കട്ടെ, നീ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ, നിന്റെ സ്വരം ഇൻപമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാണ്, ഇത്രേ സങ്കടത്തോടെ വിഷമത്തോടെ കിടക്കുമ്പോൾ ഈ ആള് എവിടെന്നാ പറഞ്ഞ എന്നോട് പാട്ട് പാടാനായിട്ട്. ഞാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കിടന്നു കൊടുത്തതിന് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ നല്ലോണം ഞാൻ ഉറങ്ങിപ്പോയി. എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും മോള് വളരെയധികം ഭാരത്തോടെ ഇരിക്കുന്നു. അവള് ഒരു പ്രാർത്ഥനയ്ക്ക് നമുക്ക് കൊണ്ടുപോകാം അഭിമോനെ എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി. പ്രാർത്ഥനയ്ക്ക് ഒരു ദേവദാസിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ ദേവദാസി ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ആ ദേവദാസി ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞെ പരിശുദ്ധൻ ആഗ്രഹിക്കുന്നു, നീ പാടുന്ന കൊച്ചാണെന്ന് ചോദിച്ചു. ഞാൻ അത്യാവശ്യം പാടുന്നു പറഞ്ഞു. അന്നേരം ദൈവവചനം എന്നോട് ഇടപെടുന്നു. ഉത്തമഗീതം 2:14, പാറയുടെ പിളർപ്പിലും കടുംതുക്കിന്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, നിന്റെ സ്വരം ഇൻപമുള്ളതും നിന്റെ മുഖം സൗന്ദര്യമുള്ളതുമാകുന്നെന്ന് ദൈവവചനം ഇടപെടുന്നു. പരിശുദ്ധൻ നിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു, നീ ദൈവത്തിന് വേണ്ടി പാടിക്കുമോടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ഞാൻ പൊട്ടിക്കരഞ്ഞു. ഇന്നലെ രാത്രി, കഴിഞ്ഞ ദിവസം രാത്രി എൻ്റെ റൂമിലേക്ക് കടന്നു വന്നത് സർവശക്തനായ യേശപ്പനാണല്ലോ, അഖിലാണ്ടത്തെ നിർമ്മിച്ച. ഹല്ലേലൂയ, എന്റെ യേശപ്പച്ചനാണല്ലോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ആരും കടന്നു വരാതെ ആ റൂമിലായിരുന്നപ്പോൾ എൻ്റെ യേശപ്പച്ചൻ എനിക്ക് വേണ്ടി തേടി വന്നല്ലോ. അപ്പുറം ഞാൻ ചോദ്യം ചെയ്തല്ലോ, അപ്പാ എന്നോട് ക്ഷമിക്കണമേ അപ്പാ എന്ന് പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങി. അതിനുശേഷം എന്നോടുള്ള വാക്തത്വങ്ങൾ ഓരോന്നായി നിറവേറാൻ തുടങ്ങി. ദൈവത്തിന്റെ വാക്തത്വ പ്രകാരം പോലെ തന്നെ എൻ്റെ അമ്മ ഒരു ജെറുസലേം പ്രേയർ സെൽ തുടങ്ങാനിടയായി. ആ പ്രേയർ സെല്ലിലൂടെ നോർത്ത് ഇന്ത്യയിലേക്ക് മിനിസ്റ്ററായി ദൈവം എന്നെ അയച്ചു. കർത്താവിന്റെ സാക്ഷി എന്നെ അയച്ചു. പോണേക്കാൾ മുമ്പ് തന്നെ ഒരു സ്വപ്നം ഞാൻ കാണുന്നു. എൻ്റെ ഹസ്ബൻഡിന് വലിയൊരു ആക്സിഡന്റ് കടന്നു വരുന്നു. ഒരു വലിയൊരു വാഹനം ഇടിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് തെറിച്ചു പോകുന്നു റോട്ടില്. അങ്ങനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സങ്കടം വന്നു. ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോവാ ചേട്ടാ, വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിച്ചു ഓടിക്കണമെന്ന് പറഞ്ഞ് കരം പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവർ ശുശ്രൂഷകളൊക്കെ ചെയ്തു. ആ ദേശങ്ങളെല്ലാം കർത്താവിന്റെ സാക്ഷിയെ ദൈവം എന്നെ നിർത്തി ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ്
എന്നെ കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കയ്യിൽ വലിയൊരു കെട്ടും കാലിൽ വലിയൊരു കെട്ടായിട്ട് ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്ത് പറ്റി ചേട്ടാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞേ, രാജി, എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. KSRTC ബസ് കോട്ടയത്ത് നിന്നെ ഇടിച്ചു. ഞാൻ തെറിച്ച് റോട്ടിലേക്ക് വീണു. ഞാൻ മരിച്ചു പോകാമായിരുന്നു. ദൈവം എന്നെ കാത്തു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ തന്നെ ഞാൻ വാ പൊട്ടി. ഞാൻ ഹസ്ബൻഡിന്റെ മുമ്പിൽ ഞാൻ കരഞ്ഞില്ല. ഹസ്ബൻഡ് പോയി മാറിയിരുന്ന ശേഷം എന്റെ റൂം അടച്ച് ഞാൻ കരയാൻ തുടങ്ങി. എന്റെ യേശപ്പച്ചൻ അങ്ങനെ കരഞ്ഞത്, എന്റെ യേശപ്പച്ച, നന്ദി യേശപ്പച്ച, ജീവൻ എടുക്കാതെ, ശത്രു ജീവൻ എടുക്കാതെ ഇത്രത്തോളം കാത്തല്ലോ അപ്പൻ. എന്റെ 2 കൈയും സ്വർഗത്തിലേക്ക് ഉയർത്തി മുട്ടുമേ നിന്റെ ദൈവത്തിന് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞ ശേഷം ദൈവത്തിന് ഒന്നും കൂടി ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറിക്കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ശോധനകൾ പിന്നെയും കടന്നു വന്നു. ഇതുപോലെ തന്നെ ഒരു ആക്സിഡന്റ് പിന്നെയും കടന്നു വന്നു. എന്റെ ഹസ്ബൻഡോട് പറഞ്ഞു, ചേട്ടാ ബൈക്ക് ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കണേ എന്ന് പറഞ്ഞു. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈക്ക് ഓടിച്ചിരുന്ന പെട്ടെന്ന് ഒരു പട്ടി ചാടി അതിന്ന് ബൈക്കിൽ നിന്ന് വീണു. അസ്ഥികളൊന്നും പൊട്ടിയില്ല. അവിടെ നിന്ന് ദൈവം കാത്തു സൂക്ഷിച്ചു. അതുപോലെ തന്നെ ജനുവരി മാസത്തില് ഇങ്ങനെ JCB വീണ് ഒരു നെട്ട് വയറിനകത്ത് കുത്തിക്കൊള്ളുവാൻ ഇടയായിത്തീരുന്നു. ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോ ഇച്ചിരി നീങ്ങി ഉള്ളിൽ സംഭവിച്ചെങ്കിൽ ഉള്ളിലെ അവയവങ്ങൾക്ക് ബാധിച്ചേനെ. എന്നാലും ഒന്നും സംഭവിച്ചില്ല എന്ന് നോർമൽ റിസൾട്ടൊക്കെ അവർ തന്നു. ഇത്രേ അപകടങ്ങളും അനർത്ഥങ്ങളും സംഭവിച്ചപ്പോഴും ദൈവം മരണത്തിൽ ഏൽപ്പിക്കാതെ, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ തന്നെ അനവധി അനർത്ഥങ്ങളും അപകടം ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും, ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റുമെന്നതുപോലെ കർത്താവിന്റെ വലിയൊരു പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ മേൽ ഉണ്ടായിരുന്നു. അനവധി ദേവദാസന്മാർ ഞങ്ങളോട് ആലോചന പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കുടുംബമാണ്, നിങ്ങൾ ദൈവവേല ചെയ്യുന്ന ഒരു കുടുംബമാണ്, നിങ്ങൾ ദൈവസ്ഥലത്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് എനിക്ക് പേടിയായി ഒരുങ്ങുന്നു. അനർത്ഥങ്ങൾ വരുമ്പോൾ ഞാൻ ദൈവത്തിന് പിന്നെയും സമർപ്പിച്ചു. അപ്പ ലഭിക്കുന്ന സമയങ്ങൾ ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുവാനൊക്കെ ഞങ്ങൾ സമർപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ കിട്ടുന്ന സമയങ്ങളെല്ലാം പരസ്യങ്ങളിലും അതുപോലെ തന്നെ കൺവെൻഷനുകളിലും ട്രാക്ക് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ദൈവത്തിന്റെ വലിയൊരു വാഗ്ദത്തമായിരുന്നു, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ലൊരു ഭവനം തരുമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ദൈവം ദാനമായി ഞങ്ങൾ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ നല്ലൊരു ഭവനം ദൈവം ഞങ്ങൾക്ക് തന്നു. ദൈവം ഞങ്ങളെ അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഒരു പ്രാർത്ഥന വിഷയം എനിക്ക് പറയാനുള്ളത്, എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ഇപ്പോഴും വിശ്വാസത്തിൽ കടന്നു വന്നിട്ടില്ല. അവർ വരും. എന്തായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ്, ഇതുവരെ നടത്തിയ കർത്താവ്, എൻ്റെ വിഷയങ്ങളിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം, ഞാൻ പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിലും ദൈവം അത്ഭുതം പ്രവർത്തിച്ച് വീണ്ടും ഒരു സാക്ഷിയെ നിർത്തുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എന്നെ ഓർത്ത് പ്രിയ കർത്താവിന്റെ ദാസിയും അതുപോലെ എന്നെ കേൾക്കുന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തും. ആമേൻ, ആമേൻ. എനിക്ക് ജോസഫിനെയാണ് ഓർമ്മ വരുന്നത്. സ്വന്തം അപ്പൻ്റെ വീട് വിട്ട് മിസ്രൈമിൽ പോയി പുത്തിഫേറിൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് ദൈവം അവനെ പടിപടിയായിട്ട് അനുഗ്രഹിക്കുകയാണ്. ശരിക്കും ഞാൻ രാജസിസ്റ്റർ ആ സാക്ഷ്യം പറഞ്ഞ് നിർത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ദൈവാത്മാവിട്ടൊരു വചനം, ജോസഫ് ഫലപ്രദമായ വൃക്ഷം, അറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാണ് ജോസഫ്. അവൻ മതിലിന്മേൽ പടർന്നു കയറും. വില്ലാളികൾ അവന് നേരെ എയ്തു, പക്ഷെ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. ഞാനൊരു പ്രവചന ദൂത് പോലെ ഇത് സിസ്റ്റർക്ക് അങ്ങ് കൈമാറുകയാണ്. കാരണം പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് ആ വചനം വിട്ടു. അതുകൊണ്ട് ഇനിയും തഴച്ചു വളരും, വേര് പിടിക്കും. ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയെപ്പോലെ ഫലം പുറപ്പെടുവിക്കും. എല്ലാവിധ ഫലങ്ങളും അനുഗ്രഹങ്ങളും കർത്താവ് പകരും. അങ്ങനെ കൽപ്പിച്ചൊക്കെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഇത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ് കേട്ടത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞാൻ ആ രംഗങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ കൂടെ പോവുകയായിരുന്നു. തമിഴ്നാട്ടിലെ ആ ഒരു ജീവിതാനുഭവങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പിതാവിൻ്റെ ആ വേർപാട്, കർത്താവിനെ വിട്ട് മാറിപ്പോയൊരു വ്യക്തിയെ കർത്താവ് സ്നേഹിച്ച്, സിസ്റ്റർ ആദ്യം പറഞ്ഞു തുടങ്ങിയ ആ വചനം പോലെ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നമ്മൾ ബൈബിളൊക്കെ കത്തിച്ച് അല്ലേ, കർത്താവിൽ നിന്ന് ദൂരെ പോയി കഴിയുമ്പോൾ കർത്താവിന് വേണമെങ്കിൽ പിണങ്ങാം, ഇനി ഞാൻ മേലാൽ കൂടെ കൂട്ടത്തില്ല അല്ലേ. അങ്ങനെ ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്.
നമ്മൾ അവനെ എതിർത്താലും അവനെ ചീത്ത വിളിച്ചാലും നമ്മളവൻ്റെ ശത്രുവായിരിക്കുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്നൊരു കർത്താവ്. ആ കർത്താവിൻ്റെ സ്നേഹമാണ് അനേക ഇത്തരത്തിലുള്ള സാക്ഷ്യങ്ങൾ ഉളവാക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നുന്നു, ഈ സാക്ഷ്യങ്ങൾ തീരുന്നില്ലല്ലോ, ഓരോ പുതിയ സാക്ഷ്യങ്ങൾ. എലിസബത്ത് ആൻറ്റി ത്രൂ ആണ് കഴിഞ്ഞ വീക്കിൽ നമുക്ക് വിമൻ ഫോർ ജീസസിൽ വന്ന ബിജി സിസ്റ്ററുടെയും സാക്ഷ്യം നമുക്ക് കിട്ടിയത്. ബിജി സിസ്റ്ററും ജെറുസലേം ആ ഒരു പ്രെയർ മിനിസ്ട്രിയോട് കൂടെ ചേർന്ന് നിൽക്കുന്ന സിസ്റ്ററാണ്. അത്ഭുതകരമായ സാക്ഷ്യം. കർത്താവ് എങ്ങനെ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നത്. സത്യത്തിൽ ഈ സാക്ഷ്യങ്ങളൊക്കെ അനേക ആയിരക്കണക്കിന് ആളുകൾ കാണണം. ഞാൻ പ്രേക്ഷകരോട് പറയാം, നിങ്ങളിങ്ങനെ ഒരു സാക്ഷ്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. അതൊരു വലിയ ശുശ്രൂഷയാണ്. ഷെയർ ചെയ്യണം. കാരണം നമ്മൾ കണ്ടു, ഒരു ലൈക്ക് ചെയ്തു, ഒരു കമൻറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് തീരുന്നില്ല. ആസാദി ചാനലിൽ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കൊണ്ടുവരാൻ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ദൈവം തന്നൊരു വലിയ ഒരു 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 പദവിയാണ്, ശുശ്രൂഷയാണ് ഇപ്രകാരമുള്ള ദൈവമക്കളെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുവാൻ കഴിയുന്നു എന്നുള്ളത്. ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾക്ക് വലിയ ബോധ്യമുണ്ട്. ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കർത്താവെ നീ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവരുടെ ഡീറ്റെയിൽസ് അവരെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരണം. ഞങ്ങൾ വിശ്വസിക്കുക, ഇപ്പോൾ രാജലക്ഷ്മി സിസ്റ്ററുടെ സാക്ഷ്യവും ഞങ്ങൾക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. അത്രേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരുടെ സാക്ഷ്യം ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം കാണുന്ന പ്രേക്ഷകർക്കാണ്. നിങ്ങൾ അത് ചെയ്യണം. അതൊരു ശുശ്രൂഷയാണ്. ഞാനിങ്ങനെ പറയാനുള്ള കാരണം, പലപ്പോഴും പല നല്ല അനുഭവ സാക്ഷ്യങ്ങളും നമ്മളൊത്തിരി സന്തോഷം അത് കേൾക്കുമ്പോൾ, പക്ഷെ അത് പലപ്പോഴും ആളുകളിലേക്ക് ചെന്നെത്തുവാൻ കഴിയുന്നില്ല. അത് ഞങ്ങൾക്ക് വലിയൊരു സങ്കടമുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, കഴിഞ്ഞ ബിജി സിസ്റ്ററുടെ സാക്ഷ്യത്തിന് നമ്മൾ തമ്പനയിലിടുമ്പോൾ ഉപയോഗിക്കുന്ന വാചകങ്ങൾ, ഞാനൊരു കോമൺ വാചകം ഉപയോഗിച്ചു, ഒരു എൻജിനീയറിംഗ് കോളേജ് അധ്യാപികയുടെ സാക്ഷ്യം. പക്ഷേ ആ വീഡിയോ ആ തമ്പനയിലിൽ ആരും കണ്ടില്ല. കാരണം ആളുകൾ നോക്കുമ്പോൾ എന്തുവാ ഇതൊരു സാധാരണ സാക്ഷ്യം. പക്ഷെ ഞാൻ ആ തമ്പനയിൽ വൈകിട്ടായപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. കാരണം ഇപ്പോഴത്തെ രീതി അതാണ്. നമ്മൾ ആ സാക്ഷ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില വാചകങ്ങളൊക്കെ പറഞ്ഞ തമ്പനയിൽ ചേഞ്ച് ചെയ്തപ്പോഴാണ് ആ സാക്ഷ്യം കാണാൻ ആളുകൾ തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകളുടെ ഒരു പ്രശ്നമാണത്. പക്ഷെ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്, അങ്ങനെ തമ്പനയിലിൽ വലിയ വാചകമൊന്നും ഇല്ലെങ്കിലും അത് നിങ്ങളെ ആകർഷിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് ആ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. കാരണം നമുക്കിങ്ങനെയുള്ള ദൈവമക്കളെ അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റട്ടെ. ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി ചെയ്യേണ്ടത് പ്രേക്ഷകരാണ്. ഞാൻ ആ എലിസബത്ത് ആൻറ്റിയെയും കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആൻറ്റിയുടെ സാക്ഷ്യവും നമ്മൾ കൊണ്ടുവന്നു, അനേകർക്ക് അനുഗ്രഹമായി തീർന്നു. ഈ സാക്ഷ്യത്തിൻ്റെ താഴെ നിശ്ചയമായിട്ടും ആൻറ്റിയുടെ സാക്ഷ്യത്തിൻ്റെ ലിങ്ക് ഞങ്ങൾ കമൻറ്റ് പിൻ ചെയ്തിടാം. നിങ്ങളത് ഒന്നുകൂടെ കാണണം. എലിസബത്ത് ആൻറ്റി ഒക്കെ ഒരു ജീവിക്കുന്ന ക്രിസ്ത്യനായല്ലേ സിസ്റ്ററെ? അതെ അതെ. നമ്മൾ ഈ സാധാരണ പറയും പെന്തക്കോസ്റ്റുകാർ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പരാതി പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ ശരിക്കും ക്രിസ്ത്യാനിയായിട്ട് പേരുകൊണ്ട് നടക്കില്ല. അവരൊക്കെ ലിവിങ് ക്രിസ്ത്യനാണ്, ജീവിക്കുന്ന പെന്തക്കോസ്റ്റുകാരാണ്. അല്ലെങ്കിൽ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വീട്ടു ജോലിക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചിട്ട് സ്തോത്രം പറഞ്ഞ് തലേ കൈവച്ച് പ്രാർത്ഥിച്ച് സ്വീകരിക്കുക, അതൊക്കെ ഭയങ്കര ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസാണ്. പിന്നെ ആ മകളെ സ്വന്തം മകളെ പോലെ വളർത്തിയെടുത്ത് അല്ലേ വിവാഹം കഴിപ്പിച്ചയച്ച് ആ മകളുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവളെ പ്രാർത്ഥിച്ച് ഇന്നുള്ള നിലയിൽ എത്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ ജോസഫിൻ്റെ കാര്യം പറഞ്ഞത്. കർത്താവ് എത്ര വലിയവനാണ്, എത്ര വിശ്വസ്തനാണ്. അനേകർക്ക് അനുഗ്രഹമാക്കി കർത്താവ് നിർത്തട്ടെ. എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ. ആഭരണത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. കഴിഞ്ഞ സാക്ഷ്യത്തിന് ഞാൻ ഇത് തന്നെ പറഞ്ഞു, പിന്നെയും ആവർത്തിക്കുക. ഞാൻ ആരെയും ആഭരണം ഉപയോഗിക്കാൻ ഫോഴ്സ് ചെയ്യുന്ന വ്യക്തിയല്ല. എൻ്റെ ചർച്ചിൽ ആഭരണം ഇട്ട 2-3 പേരുണ്ട്. ഞാൻ അവരെ ഇന്ന് വരെ ഫോഴ്സ് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ചർച്ചിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദിക്കാരാണ്, നോർത്ത് ഇന്ത്യക്കാരാണ്. അവരും ഞാൻ പറയാതെ തന്നെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ആഭരണം ഊരുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചിൻ്റെ മീറ്റിങ്ങിന് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഗ്നി ഇറങ്ങി വരുന്ന ഒരു സമയത്ത് ഒരു സഹോദരി ഇട്ടിരുന്ന ആഭരണം ഊരി എറിയുന്നത് ഞങ്ങൾ കണ്ടു.
കമ്മലൊക്കെ വെപ്രാളം പിടിച്ചിട്ട് തീ കത്തുന്നെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ആളുകൾ വാദിക്കും ആഭരണം ഇട്ടാൽ സ്വർഗത്തിൽ പോകത്തില്ലേ, ആഭരണം ഇടണമെന്ന് വേദോസ്തത്തിൽ ഇവിടെ വാക്യം, ഇങ്ങനെയൊക്കെ ആളുകൾ വാദിക്കും. ഞാൻ പറയില്ല ആഭരണം ഇട്ടാൽ സ്വർഗത്തിൽ പോകത്തില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഇന്ന് രാവിലെ ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങളുടെ മോർണിംഗ് ഡ്യൂവിന് എടുത്ത വചനം, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുക്കളെ പോലെ ആകുന്നുവെങ്കിൽ ദൈവരാജ്യത്തിൽ വലിയവനാകും. മത്തായി സുവിശേഷം 18 നിന്ന് ഞാൻ ഇന്ന് പറഞ്ഞ വചനം ദൈവരാജ്യത്തിൽ വലിയവൻ. അപ്പോൾ ദൈവരാജ്യത്തിൽ വലിയവനുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ ചെറിയവനുമുണ്ട് അല്ലേ? ഒരിക്കൽ മത്തായി 11 യേശു കർത്താവ് പറഞ്ഞു ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനായിരിക്കും. അപ്പോൾ ദൈവരാജ്യത്തിൽ ചെറിയവനുണ്ട്. മാത്യു 11 ദൈവരാജ്യത്തിൽ ചെറിയവൻ, മത്തായി 18 ദൈവരാജ്യത്തിൽ വലിയവൻ. അപ്പോൾ വലിയവനുണ്ട് ചെറിയവനുണ്ട്. എല്ലാവരും സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ എല്ലാവരുടെയും സ്വർഗത്തിലെ പദവിയും കിട്ടുന്ന പ്രതിഫലം ഒന്നല്ല. എങ്ങനെയെങ്കിലും ഉരുണ്ടു കയറി സ്വർഗത്തിൽ പോയാൽ മതിയെങ്കിൽ മിനിമം മതി, നമുക്ക് മിനിമം മതി. ഞാൻ ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ പഠിപ്പിച്ച സബ്ജക്റ്റ്, സ്വർഗരാജ്യത്തിൽ വലിയവനായി തീരണമെങ്കിൽ ശിശു തുല്യമാകുന്ന ഒരു ജീവിതാനുഭവത്തിലേക്ക്, ഒരു നിഷ്കളങ്കതയിലേക്ക്, ഒരു വിശുദ്ധിയിലേക്ക് പോകണം. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ട വിശുദ്ധിയുടെ മിനിമം യോഗ്യത ഉണ്ടാകാം. മിനിമം ഇത്രയും വേണം. പക്ഷേ വിശുദ്ധിയുടെ വേർപാടിൻ്റെ നിലവാരത്തിനൊരു മാക്സിമം ഇല്ല. മാക്സിമം ആയി കഴിഞ്ഞു കേട്ടോ, ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ വിശുദ്ധനാകരുത് എന്ന് പറയത്തക്കവണ്ണം ഒരു മാക്സിമം ലെവലില്ല. കാരണം വേദപുസ്തകം പറയുന്നത് നമ്മുടെ സ്വർഗീയ പിതാവ് വിശുദ്ധനാകിയാൽ അവനെപ്പോലെ വിശുദ്ധനാകണം എന്നാണ്. അപ്പോൾ വേർപാടിനും വിശുദ്ധിക്കും ഒരു മാക്സിമം ലെവലില്ല. നമ്മൾ എത്രയും കൂടുതൽ ദൈവത്തോട് അടുക്കുന്നു, എത്രയും കൂടുതൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നു, അത്രയും കൂടുതൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ വലിയവനായി മാറും. മത്തായി 18 ശിശുതുല്യമാകുക. ഞാൻ ഇന്ന് പഠിപ്പിച്ച കാര്യമാണ് കേട്ടോ. നമ്മളിത് മനസ്സിലാക്കണം. സ്വർഗത്തിൽ പോകുക എന്ന മിനിമം ലക്ഷ്യത്തോടു കൂടിയാണ് ജീവിക്കുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ആ പോകുന്ന മിനിമം ലൈനിൽ പോകുക. അല്ല, നിങ്ങൾക്ക് കർത്താവിനോട് കൂടുതൽ അടുത്ത്, കൂടുതൽ ഒരു ശ്രേഷ്ഠനായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവ് ആവശ്യപ്പെടുന്നതൊക്കെ എടുത്തു കളയുക. ചിലപ്പോഴൊക്കെ കർത്താവ് അങ്ങനെ ആവശ്യപ്പെടും, ഡിമാൻഡ് ചെയ്യും. ആളുകൾ ചോദിക്കാറില്ലേ കർത്താവ് അങ്ങനെയൊക്കെ പറയുമോ, എന്നിട്ട് എന്താ എന്നോട് കർത്താവ് പറയാത്തത്? ചിലപ്പോഴൊക്കെ കർത്താവ് ഉണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളോട് പറയും ഇതെടുത്ത് കളയണം. എന്തിനാ കർത്താവ് അങ്ങനെയൊക്കെ പറഞ്ഞത്? നിനക്കറിയത്തില്ലയോ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നോട് കൂടെ വരത്തില്ലെന്ന്? കർത്താവിനറിയണം, ഞാൻ അത് പറഞ്ഞാലും നീ എന്നെ പിൻപറ്റത്തക്കവണ്ണം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. ഒരു കൊച്ചു പരീക്ഷയാണ്, ഒന്ന് വിജയിച്ച് നോക്ക്. നിങ്ങൾ പറയാ ഇല്ല കർത്താവേ കേട്ടോ, നീ അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ പിൻപറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കർത്താവിനെ അത്രയൊന്നും സ്നേഹിക്കുന്നില്ലെന്നാ അല്ലേ? ഒരു ഉദാഹരണം ഞാൻ പറയാം. യേശുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്നെ പിൻപറ്റണം. അപ്പോൾ യേശു മനസ്സിലാക്കി അവൻ വളരെ ധനമുള്ളവനാകിയാൽ അവനോട് പറഞ്ഞു നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ പിൻപറ്റുക. ഇതൊരു കുടുക്കല്ലേ കർത്താവേ, അങ്ങനെയൊക്കെ പറയണോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിന്നെ പിൻപറ്റുന്നവരുടെ എണ്ണം കുറയത്തില്ലേ? ഇപ്പോൾ ആളുകൾ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ആഭരണത്തിൻ്റെ ഉപദേശം ഇല്ലായിരുന്നെങ്കിൽ ഒത്തിരി പേര് പന്തക്കോസ് കയറുമായിരുന്നു, പന്തക്കോസ് ആൾക്കൂട്ടം കൊണ്ട് നിറയുമായിരുന്നു. പക്ഷേ ഈ ഉപദേശം ഉണ്ടായിട്ടും പന്തക്കോസ്ത് വളരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഈ 100 വർഷം കൊണ്ട് പന്തക്കോസ്തിൽ ഉണ്ടായിരിക്കുന്നു. കാരണം എന്താ? കർത്താവിനെ സ്നേഹിക്കുന്നവർ ചിലപ്പം കർത്താവ് അങ്ങനെ പറഞ്ഞാലും പറയും കർത്താവെ എനിക്ക് നിന്നെയാണ് കൂടുതൽ സ്നേഹം, ഇത് വേണ്ട എന്ന് പറഞ്ഞ് പിൻപറ്റും. പക്ഷേ ആ ചെറുപ്പക്കാരൻ അവൻ വളരെ ധനമുള്ളവനാകിയാൽ അവൻ ദുഃഖിച്ച് അവൻ എന്ത് ചെയ്തെന്നാ അവൻ മാറിപ്പോയി. അവൻ പറഞ്ഞു ഈ ധനമൊന്നും വിടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എന്തിനാ യേശു അങ്ങനെ ഒരു കുടുക്കിട്ടത്? അത് പറയണ്ടായിരുന്നല്ലേ? നമ്മുടെ ആൾക്കാർ ഇപ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞു ഈ ആവരണം ഊരുന്നൊന്നും പഠിപ്പിക്കേണ്ട പാസ്റ്ററെ, അങ്ങനെ വന്നാൽ ആളുകൾ വരത്തില്ല. യേശുവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, യേശുവെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അവൻ മനസ്സോട് നിന്നെ അനുഗമിക്കാൻ വന്നവനല്ലേ? അവൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വീക്ക്നെസ്സെ കയറി നീ പിടിച്ചല്ലോ. അപ്പം യേശുവിൻ്റെ മറുപടി എന്തായിരിക്കും എന്നറിയാം? എടാ എനിക്കറിയണം അവൻ എത്രയധികം ആത്മാർത്ഥതയോടാണ് വന്നിത് പറഞ്ഞതെന്നുള്ളത്. എനിക്കറിയണം അവൻ എത്ര എന്നെ സ്നേഹിക്കുന്നെന്നുള്ളത്. എനിക്ക് വേണ്ടി അവൻ അത് കളയാൻ റെഡിയാവുന്നതെന്ന് എനിക്കറിയണം. അങ്ങനെ യേശു ചോദിക്കുന്നേ. ഇവിടെ സിസ്റ്റർ സാക്ഷ്യത്തിൽ തന്നെ പറയുന്നു, ആ ഒരു ആഭരണം ഊരി അന്ന് രാത്രി
വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രാത്രി സൗഖ്യമുണ്ടാവുക. ഭയങ്കര അത്ഭുത സാക്ഷിയാണ് സിസ്റ്ററെ, അത് ഭയങ്കര അത്ഭുത സാക്ഷിയാണ്. ആ ഹസ്ബൻഡിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന്മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപയെ ഓർത്ത്, ആ ഒരു വിളിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ കുടുംബമായിട്ട് സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ആഭരണത്തിൻ്റെ വിഷയം ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിന് എംഫസൈസ് ചെയ്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസനാണ്. ആഭരണം ഒരാൾ ഇട്ടാൽ സ്വർഗത്തിൽ പോകത്തില്ല എന്നൊന്നും പഠിപ്പിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ ഇത് ദൈവവചനത്തില്ലെന്നും ഇത് ഇട്ടോ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഡോക്ടറിന് ഞാൻ എതിരാണ്. കാരണം ഇത് ദൈവവചനത്തിലുണ്ടെന്നും ഇത് ബൈബിളിൻ്റെ സ്പിരിറ്റ്, ബൈബിളിൻ്റെ ആത്മാവെന്ന് പറയും, ഇത്തരത്തിലുള്ള ജീവിതശൈലിക്ക് എതിരാണെന്നും ദൈവത്തിന് ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണെന്നും ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും വളരണമെന്നും ശിശുക്കളെപ്പോലെ ആയിത്തീർന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായിട്ടല്ല ഏറ്റവും വലിയവനായിട്ട് പ്രവേശിക്കണമെന്നുമാണ് കർത്താവിൻ്റെ ഇഷ്ടം. അത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചിലർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരും ദൈവമായിട്ടുള്ള ഇടപാട്. പക്ഷെ അത് ഉപദേശമല്ലെന്നും അത് തെറ്റായിപ്പോയെന്നുമൊക്കെ പഠിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിലെ ചിന്താഗതികളോട് ഒരു കാരണവശാലും വചനം അറിയാവുന്നത് കൊണ്ട്, ഇത്തരം അനുഭവങ്ങൾ കേൾക്കുന്നത് കൊണ്ട് നമുക്ക് നിരക്കാൻ പറ്റുകയില്ല. ഞാൻ ഈ സാക്ഷ്യത്തിൽ ഇത് പറഞ്ഞില്ല എങ്കിൽ അത് ഒരു വലിയ തെറ്റായിരിക്കുമെന്നുള്ള ബോധ്യം കൊണ്ടാണ് അല്പം കൂടുതൽ സമയങ്ങൾ എടുത്തത്. എന്തെങ്കിലും ജീവിതാനുഭവം വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം കേട്ടോ. ശരി, ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ഇനി ഉപയോഗിക്കട്ടെ. ചുരുക്കവാചകത്തിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രിയപ്പെട്ട രാജലക്ഷ്മി സിസ്റ്റർ തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നൽകിയ അവസരത്തിനായി നന്ദി പറയുന്നു കർത്താവേ. സാക്ഷ്യം കേട്ട കർത്താവേ, പ്രേക്ഷകരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരെങ്കിലും ഹൃദയനുറുക്കത്തോടെ ഭാരത്തോടെ ആയിരുന്നുവെങ്കിൽ കർത്താവിന്റെ ആത്മാവരോട് ഇടപെട്ട് കർത്താവരെ ആശ്വസിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് കർത്താവെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ആസാദി ടിവിയിലൂടെ ഇനിയും അനേകായിരങ്ങൾ കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാം ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനായി പ്രിയ ദേവദാസനെയും ദേവദാസിയും കർത്താവ് ഇനിയും ശക്തിയോടെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മളുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ രാജലക്ഷ്മി സിസ്റ്ററുടെ മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ, തൻ്റെ ശുശ്രൂഷകളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടങ്ങട്ടെ. ആമേൻ, ആമേൻ. കർത്താവ് സഹായിക്കട്ടെ, സിസ്റ്ററെ അനുഗ്രഹിക്കട്ടെ, ധാരാളമായിട്ട് മാനിക്കട്ടെ. ദൈവത്തിന് ഇഷ്ടം. താങ്ക് യു രാജ സിസ്റ്റർ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വളരെ അത്ഭുതകരമായ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടത്. കർത്താവിൻ്റെ ഇത്ര വലിയ സ്നേഹമാണ് നമ്മൾ കേട്ടത്. പിന്നെയും കുടുംബമായിട്ട് നിങ്ങളെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. എല്ലാ പ്രാർത്ഥന വിഷയങ്ങൾക്കും മറുപടി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ്. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.